Hi all. Last class we PGBP first part discuss discuss sections portions. Section 28 chargeability section section 37 subsection 1 vare we discuss so remaining portion of this session discuss so first one section 37 subsection 2b. Okay. Advertisement in souvenir etc. of political party. An expenditure incurred for advertisement in any souvenir, brochure, tract, pamphlet, etc. published by a political party is not allowable as deduction. Okay. So, ശ്രദ്ധിക്കുക നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് അസസ്സിക്ക് എന്താണ് എക്സ്പെൻഡിച്ചർ ആണ് വന്നിരിക്കുന്നത് അഡ്വർടൈസ്മെന്റ്. Advertisement എന്താണ് എക്സ്പെൻസ് ആണ്. ഓക്കെ സോ നമ്മുടെ നോക്കാം നമ്മുടെ സെക്ഷൻ 30 ൽ വരും. സെക്ഷൻ 30 എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? സെക്ഷൻ 30 എന്തുമായിട്ടായിരുന്നു ബന്ധപ്പെട്ടത്? സെക്ഷൻ 30 expenditure in relation to building, then section 31 expenditure in relation to plant and machinery നമ്മൾ ഡിസ്കസ് ചെയ്ത സെക്ഷൻസ് ആണ്. സെക്ഷൻ 30 then section 31 expenditure in relation to plant and machinery and furniture, then section 32 depreciation, section 33 AB, 33 ABA, then 35 AD, then section 36, then section 37 subsection 1. Okay, so നമുക്ക് നോക്കിയാൽ section 30 to 36 ൽ കവർ ചെയ്യുന്നല്ല എന്ത് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ. സോ ബട്ട് അവിടെ നമുക്ക് സെക്ഷൻ 37 ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത സെക്ഷൻ 37 സബ്സെക്ഷൻ 1 പ്രകാരം എന്തായിരുന്നു? Any revenue expenditure, personal allata personal expenditure ആവരുത്, capital expenditure ആവരുത്, then CSR expenditure ആവരുത്, then എന്തായിരിക്കണം? Revenue expense ആയിരിക്കണം, wholly for the purpose of business or profession ആണെങ്കിൽ നമുക്ക് എന്താണ് 37 subsection 1. Okay, so normally നമുക്ക് എന്താണ് advertisement, normal advertisements എല്ലാം നമ്മൾ എവിടെ കവർ ചെയ്യുന്നതാണ്? സെക്ഷൻ 37 സബ്സെക്ഷൻ 1 പ്രകാരം നമുക്ക് എന്താണ് P&L അല്ലെങ്കിൽ നമുക്ക് എക്സ്പെൻഡിച്ചർ ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ് 37 ബട്ട് ഇവിടെ 37 സബ്സെക്ഷൻ 2b എടുത്തു പറയുന്ന കാര്യം എന്താണ്? ഇവിടെ അഡ്വർടൈസ്മെന്റ് കൊടുക്കാനാണെങ്കിൽ അവർക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ബട്ട് ഇവർ തിരഞ്ഞെടുത്ത മാർഗം എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടിയുടെ. ഓക്കെ സോ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡൊണേഷൻ കൊടുത്താൽ എന്താണ് നമുക്ക് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി അവരിറക്കുന്ന സോനിയറിലോ ബ്രോഷറിലോ എന്തായിട്ട് കൊടുത്തിരിക്കുന്നു? അഡ്വർടൈസ്മെന്റ് ആയിട്ട് കൊടുത്താൽ ദാറ്റ് മീൻസ് ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബ്രോഷറിൽ വരുന്ന അഡ്വർടൈസ്മെന്റ് എന്തായിട്ടേ കണക്കാക്കത്തുള്ളൂ? അവർക്ക് കൊടുത്ത ഡൊണേഷൻ അല്ലെങ്കിൽ അവർ പൊളിറ്റിക്കൽ പാർട്ടി കോൺട്രിബ്യൂഷൻ ആയിട്ട് കണക്കാക്കത്തുള്ളൂ. സോ ദാറ്റ് മീൻസ് ഫുള്ളി നമുക്ക് എന്ത് ചെയ്യും? ഡിസലൗ ചെയ്യും. ഇറ്റ് വിൽ നോട്ട് ബി അലൗഡ് under section 37 subsection 1 expenditure ആയിട്ട് കാണിക്കാൻ പറ്റില്ല. സോ that means advertisement പറ്റില്ല എന്നല്ല, അഡ്വർടൈസ്മെന്റ് ആണ് നോർമൽ അഡ്വർടൈസ്മെന്റ്സ് എല്ലാം എന്താണ് സെക്ഷൻ 37 സബ്സെക്ഷൻ 1 പ്രകാരം നമുക്ക് എക്സ്പെൻഡിച്ചർ ആയിട്ട് അലോവബിൾ ഡിഡക്ഷൻ ആണ്. ബട്ട് പൊളിറ്റിക്കൽ പാർട്ടി അവരുടേതായിട്ടുള്ള സോനിയറിലോ ബോഷറിലോ പാംപ്ലെറ്റിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല, അല്ലെങ്കിൽ will not allowed as deduction. Okay. Then section 32 subsection 1 if asset is not exclusively used for the purpose of business profession, then deduction under section 30, 31, 32 shall be restricted to a proportionate part as determined by. Okay, so that means നമുക്ക് കറക്റ്റ് ആയിട്ട് എത്ര അസസിംഗ് ഓഫീസറെ പ്രൂവ് ചെയ്യാൻ പറ്റുവാണ്? ഒരു 60% ആണ് ബിസിനസ്സിനോ അല്ലെങ്കിൽ പ്രൊഫഷനോ യൂസ് ചെയ്തിരിക്കുന്നത്, 40% പേഴ്സണൽ പർപ്പസസ്. സോ ലോഗ് ബുക്ക് ഒക്കെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്താണ് ഈ പറയുന്ന സെക്ഷൻ 30ലും സെക്ഷൻ 31ലും സെക്ഷൻ 32ലും പറയുന്ന എക്സ്പെൻസസ്. 30ൽ എന്തായിരുന്നു? എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് ബിൽഡിംഗ്. ഓക്കെ സോ ബിൽഡിംഗ് ഇതെന്താണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഫർണിച്ചർ. ദെൻ ഇത് ഡിപ്രീസിയേഷൻ. ഓക്കെ ക്യാപിറ്റൽ അല്ലെ. സോ ക്യാപിറ്റലൈസ് ചെയ്യുന്ന അസറ്റിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ. സോ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പെർസെന്റേജ് തിരിച്ചു പറയുവാണെങ്കിൽ സെക്ഷൻ 38 സബ്സെക്ഷൻ 2 വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം എന്ന് പറയുന്നതാണ് സെക്ഷൻ 38 സബ്സെക്ഷൻ 2. ഓക്കെ ദെൻ നെക്സ്റ്റ് disallowed expenditure under section 40. Okay so first one section 40a clause 1. Okay
40A അല്ലെങ്കിൽ 40A1 എന്നൊക്കെ പറയാറുണ്ട്. Any interest, royalty, fee for technical service or any other sum chargeable under the act which is payable outside India or in India to a non-resident, to a non-corporate non-resident or to a foreign company on which tax deductible at source has not been deducted or after deduction has not been paid on or before the due date specified under section 139 subsection 1, then such sum shall not be allowed as deduction in the current previous year. However, if such tax has been deducted in any subsequent year or has been deducted in any previous year but in the subsequent year after the due date specified under section 139 subsection 1, such sum shall be allowed as deduction in computing income of the previous year in which such tax is paid. Okay, so നമുക്ക് നോക്കാം. So that നമുക്ക് എന്തൊക്കെയായിരുന്നു? ഒരാള് any interest, royalty, okay, fee for technical service or other sum. Okay, നമുക്കൊരു കാര്യം ചെയ്യാം. That means any payment, അതായത് TDS അട്രാക്ട്, നമ്മൾ TDS പിന്നെ ഡിസ്കസ് ചെയ്യും. TDS അട്രാക്ട് ചെയ്യുന്ന ഒരു പേയ്മെന്റ് ഒരു അസസി ആർക്ക് കൊടുത്തു? ഒന്നുകിൽ ഔട്ട്സൈഡ് ഇന്ത്യ, പേയ്മെന്റ് എന്തായിരിക്കണം? ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം, അല്ലെങ്കിൽ പേയ്മെന്റ് ടു എ നോൺ റെസിഡന്റ്. ഓക്കെ, സോ ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം, അല്ലെങ്കിൽ പേയ്മെന്റ് ടു എ നോൺ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ, സോ TDS അട്രാക്ട് ചെയ്യുന്ന പേയ്മെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ TDS ഡിഡക്ഷൻ നടത്തിയിരിക്കണം. ഓക്കെ, TDS ഡിഡക്ഷൻ നടത്തിയിട്ടില്ല, TDS ഡിഡക്ഷൻ നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ TDS ഡിഡക്ഷൻ നടത്തി but under section 139 subsection 1. Okay, so ഇവിടെ section തന്നെ ശ്രദ്ധിക്കുക. Deduction not paid. Okay, under section 39 subsection 1 ആ ടൈമിനുള്ളിൽ not paid. Okay, so 139 subsection 1 എന്ന് പറയുന്നത് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ്. സോ ഒന്നുകിൽ എന്താണ്, ഏതൊക്കെയാണ്? 31st ജൂലൈ, ഓക്കെ, അല്ലെങ്കിൽ 30th സെപ്റ്റംബർ, അല്ലെങ്കിൽ 30th നവംബർ. ഇത് ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ ഫൈനൽ ലെവലിലൊക്കെയാണ് വരുന്നത്. ട്രാൻസ്ഫർ പ്രൈസിങ്ങില് സെക്ഷൻ 92E, സോ 92 സെക്ഷൻ 92E അട്രാക്ട് ചെയ്യുന്ന അണ്ടർ സെക്ഷൻ 92 ട്രാൻസ്ഫർ പ്രൈസിംഗുമായിട്ട് വരുന്ന ഒരു റിക്വയർമെന്റ് ആണ്, റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. 92E അട്രാക്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് 30th നവംബർ ആണ് നോർമൽ. ഇത് ടാക്സ് ഓഡിറ്റ്. ഓക്കെ, നമ്മൾ ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ 44AB ടാക്സ് ഓഡിറ്റ് വരുന്ന സെനാരിയോയിലുള്ളതാണ്. സോ ബാക്കിയുള്ള ടാക്സ് ഓഡിറ്റ് വരാത്ത, അതായത് കമ്പൽസറി ഓഡിറ്റ് ഇല്ലാത്ത അസസീസിന് 31st ജൂലൈ. ഓക്കെ, സോ ഈ ടൈം ടാക്സ് ഡിഡക്ട് ചെയ്തിട്ട്, TDS ഡിഡക്ട് ചെയ്തിട്ട് ഈ ടൈമിനുള്ളിൽ പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? സോ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണോ ആ എക്സ്പെൻസ് എന്താണ്? 100% ഡിസലൗ ചെയ്യും. ഇവിടെ സ്റ്റുഡൻസിന് വരുന്ന ഒരു ഡൗട്ട് ആണ്. സോ TDS അല്ലേ ഡിഡക്ട് ചെയ്യാത്തത്? സോ TDS എമൗണ്ട് ആണോ ഡിസലോ ചെയ്യുന്നത്? അല്ല, TDS ഡിഡക്ട് ചെയ്യില്ലെങ്കിൽ നമുക്ക് എന്താണ്, ബിസിനസിന്റെ ഇൻകം ആണ് കണ്ടുപിടിക്കുന്നത്. ആ ഒരു എക്സ്പെൻഡിച്ചർ, ആ ഒരു പേയ്മെന്റ് എൻറ്റയർലി 100% ഡിസലോ ചെയ്യും. എന്താണ്? TDS അട്രാക്ട് ചെയ്യുന്ന ഒരു പേയ്മെന്റ് ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ നോൺ റെസിഡന്റിനോ കൊടുക്കണം. ഒന്നുകിൽ TDS ഡിഡക്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ TDS ഡിഡക്ട് ചെയ്തിട്ട് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിനുള്ളിൽ പേ ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ്? ഡിസലവൻസ് ആണ്. ബട്ട് കറണ്ട് ഇയറിലെ ഡിസലവൻസ് ആണെന്ന് പറഞ്ഞു. സോ നമ്മുടെ പ്രീവിയസ് ഇയർ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ അല്ലെങ്കിൽ 139 സബ്സെക്ഷൻ 1 ഉള്ള ടൈം പീരീഡ് കഴിഞ്ഞിട്ട് പേ ചെയ്താൽ, അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്തിട്ട് പേ ചെയ്താൽ, ഏത് പ്രീവിയസ് ഇയറിലാണോ ഡിഡക്ട് ചെയ്തത് ആ പ്രീവിയസ് ഇയറിൽ നമുക്ക് എന്തായിട്ട് അലോ ചെയ്യും? ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ 40A. 40A, any sum payable, 30% of any sum payable to a resident which is tax. ഇവിടെ നേരത്തെ സെനാരിയോ എനി സം. പേ ചെയ്യുവാണ്. ആർക്കാണ്? ഒരു റെസിഡന്റിനാണ്. ഈ പേയ്മെന്റിൽ എന്താണ്? TDS അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ TDS അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ എന്താണ്? TDS ഡിഡക്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ TDS ഡിഡക്ട് ചെയ്തിട്ട്
അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡ് ജൂലൈ 31 അല്ലെങ്കിൽ സെപ്റ്റംബർ 30 അല്ലെങ്കിൽ നവംബർ 30 എന്ത് ചെയ്തിട്ടില്ല, ഈ പറഞ്ഞ TDS പേയ്മെന്റ് നടത്തിയിട്ടില്ല. ആക്ച്വലി പേയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ എന്താണ്, ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എത്രയാണോ അല്ലെങ്കിൽ ആക്ച്വൽ പേയ്മെന്റ് എത്രയാണോ, ആക്ച്വൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പേയ്മെന്റ് എത്രയാണോ അതിന്റെ 30%. സോ 48 എത്രയായിരുന്നു, എൻറ്റയർ എമൗണ്ട് ഡിസലവൻസ് ആയിരുന്നു. ഇവിടെ എക്സ്പെൻഡിച്ചറിന് അല്ലെങ്കിൽ പേയ്മെന്റിന്റെ 30% ഡിസലൗഡ്. ഓക്കെ, ഡിസലവൻസ് അട്രാക്ട് ചെയ്യുന്നത് 30%. ഓക്കെ, ഇവിടെയും അതേപോലെ തന്നെ സബ്സീക്വന്റ് പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിൽ ഈ പറയുന്ന TDS പേയ്മെന്റ് 139 സബ്സെക്ഷൻ 1 ആ ഒരു ടൈം ലിമിറ്റ് കഴിഞ്ഞിട്ട് പേയ്മെന്റ് നടത്തിയാൽ ഏത് പ്രീവിയസ് ഇയറിലാണോ പേയ്മെന്റ് നടത്തിയത് ആ പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്യും, അലൗഡ് ആസ് ഡിഡക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ 40A2 ഇൻകം ടാക്സ്. ഓക്കെ, സോ നമ്മുടെ PGBP ഇതിനകത്ത് നമ്മൾ ഇൻകം കണ്ടുപിടിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്, ടാക്സ് എത്രയാണ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് എത്രയാണെന്ന് അറിയാനായിട്ടാണ്. സോ നമ്മൾ പ്രീവിയസ് ഇയറിലെ ഇൻകം ടാക്സ് പേ ചെയ്തത് ഒരിക്കലും നമുക്ക് എന്തായിട്ട് കിട്ടത്തില്ല, അലവൻസ് എന്താണ് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ, ഒരിക്കലും എന്താണ് ഇൻകം ടാക്സ്. ദാറ്റ് മീൻസ് പിന്നെ വേറെ നമുക്ക് പറഞ്ഞ പോലെ ലോക്കൽ ടാക്സസോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇൻഡയറക്ട് ടാക്സ് ആയിട്ട് വരുന്ന GST ഒക്കെ വരുന്നതൊക്കെ നമുക്ക് എന്താണ് അത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ബട്ട് എന്ത് കിട്ടില്ല, ഇൻകം ടാക്സ്. ബിക്കോസ് നമ്മുടെ പർപ്പസ് തന്നെ എന്താണ്, ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ സെക്ഷനൊക്കെ ഉപയോഗിച്ചിട്ട് ഇൻകം അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ് ഓർ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ കണ്ടുപിടിക്കുന്നത്, പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കണ്ടുപിടിക്കുന്ന തന്നെ എത്രയാണ് ഇൻകം, ആ ഇൻകത്തിന്റെ പുറത്ത് ഇൻകം ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതോറിറ്റിക്ക് ഇൻകം ടാക്സ് അടയ്ക്കുക എന്നുള്ളതാണ്. സോ ഒരിക്കലും ഇൻകം ടാക്സ് അടയ്ക്കുക നമ്മൾ പ്രീവിയസ് ഇയറിലായിരിക്കും അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് ആയിരിക്കും, അങ്ങനെയുള്ള അടയ്ക്കുന്ന ഇൻകം ടാക്സ് ഒന്നും തന്നെ നമുക്ക് എന്തല്ല ഡിഡക്ഷൻ ആയിട്ട് കിട്ടില്ല. P&L ഡെബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ PGBP ഇൻകം കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ 40A2B any royalty fee service charge etc exclusively collected by state government from state government undertaking then such expense is not allowed as to such state government undertaking. So government undertaking il ninnu എന്തെടുക്കുകയാണ്, any royalty fees charges കളക്ട് ചെയ്യാണ് exclusively collected by state government. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് എന്തായിട്ട് കാണിക്കാൻ പറ്റില്ല, ഇത് ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. Then next one, any salary payable outside India or to a non-resident in India if TDS is not deducted or TDS deduction but not paid to government up to the date of TDS payment, then such sum shall not be allowed as deduction. If TDS is deposited late even by 1 day, then salary shall not be allowed as deduction. Okay, so ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, അസസി എന്താണ് കൊടുക്കുന്നത്, സാലറി ആണ് കൊടുക്കുന്നത്. ഒന്നുകിൽ നോൺ റെസിഡന്റിന് കൊടുക്കുന്നു അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ ആണ് ആ പേയ്മെന്റ്, ഔട്ട്സൈഡ് ഇന്ത്യ ആണ് ആ പേയ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, സോ എന്ത് ചെയ്തിരിക്കണം, ഇതിനകത്ത് TDS ഡിഡക്ട് ചെയ്തിരിക്കണം അല്ലെങ്കിൽ TDS ഡിഡക്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ TDS ഡിഡക്ട് ചെയ്തിട്ട് എന്താണ് ഗവൺമെന്റിന് പേയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ എന്താണ് ദിസ് എമൗണ്ട് സാലറി വിൽ നോട്ട് ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. TDS പേയ്മെന്റ് ഡേറ്റിനുള്ളിലാണ് പറഞ്ഞിരിക്കുന്നത്, അതിനുശേഷമാണ് ഡിഡക്ട് ചെയ്ത് അല്ലെങ്കിൽ പേ ചെയ്യുന്നതെങ്കിൽ എന്താണ് ഓൾറെഡി ഷാൽ നോട്ട് ബി അല്ലെ, പിന്നീട് അത് ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യില്ല. നേരത്തെ കേസിലെ പോലെ 40A-യിലോ 40I-യിലും പറഞ്ഞിരിക്കുന്ന പോലെ ഏത് പ്രീവിയസ് ഇയറാണ് ചെയ്യുന്നത്, ഇതെന്താണ് ആ ഡേറ്റിനുള്ളിൽ ചെയ്തില്ല എങ്കിൽ ഇറ്റ് വിൽ ബി ഡിസലൗഡ്. ഓക്കെ, സോ ഒരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല, അത് പിന്നീട് അലൗഡ് ആയിട്ട് കിട്ടില്ല അല്ലെങ്കിൽ അലവൻസ് ആയിട്ട് കിട്ടില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ 40A5. If employer offered some non-monetary perquisite to employee, then tax on such non-monetary perquisite is the responsibility of the employee. But instead of the employee, if employer decide to pay tax on such non-monetary perquisite from his pocket, then the tax is not allowed. Then the tax is not allowed as deduction because exempted. Okay, so നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക, employer നമ്മൾ ഓൾറെഡി സാലറിയിൽ ഡിസ്കസ് ചെയ്ത കേസാണ് ഇത്, എംപ്ലോയി. ഓക്കെ, സോ നമ്മൾ എന്താണ് എംപ്ലോയിക്ക് എന്താണ് ഒരു നോൺ
നോൺ മോണിറ്ററി ബെനിഫിറ്റ് കൊടുത്തു. അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ടാക്സും ആര് പേ ചെയ്തു? എംപ്ലോയർ. ഓക്കെ, സോ നമ്മൾ എംപ്ലോയർ പേ ചെയ്തു. ഇവിടെ നോക്കിയാൽ അറിയാം എംപ്ലോയിക്ക് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10 CC നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എംപ്ലോയർ പേ ചെയ്ത ഈ ടാക്സ് എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, സോ ഓൾറെഡി എന്താണ് ഈ ടാക്സ് പേ ചെയ്തിരിക്കുന്ന എംപ്ലോയിക്ക് എന്താണ്? അഡീഷണൽ ബെനിഫിറ്റ് കിട്ടിയതാണ്, എംപ്ലോയർ പേ ചെയ്തതാണ്. എംപ്ലോയിക്ക് എക്സംപ്റ്റഡ് ആയതുകൊണ്ട് എംപ്ലോയി ടാക്സ് ചെയ്യുവായിരുന്നെങ്കിൽ എന്ത് കിട്ടിയെന്നെ? നമ്മുടെ ഒരു ഡബിൾ അല്ലെങ്കിൽ ടാക്സിന്റെ ഒരു ഇത് വെച്ചിട്ട് എന്താണ് ഒരാൾക്ക് എക്സംപ്ഷൻ ആണ്, വേറെ ആൾ ടാക്സ് ചെയ്യും. സോ ഇവിടെ എക്സംപ്ഷൻ കിട്ടിയോണ്ടാണ് എംപ്ലോയിക്ക് എന്ത് കിട്ടില്ല? നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. ഓക്കെ, ഡിഡക്ഷൻ അലൗ ചെയ്യില്ല മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? ആ ബെനിഫിറ്റ് ആ കിട്ടിയ എക്സ്പെൻഡിച്ചർ എന്താണ്? ടാക്സ് ചെയ്യുന്നു. ഓക്കെ, നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. സോ സാലറി നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. എംപ്ലോയിക്ക് അത് എക്സംപ്റ്റഡ് ആണ്. therefore എന്ത് കിട്ടില്ല? എംപ്ലോയി അത് ടാക്സ് ചെയ്യുമായിരുന്നെങ്കിൽ എന്ത് ചെയ്യാം? എംപ്ലോയിയുടെ പെർവിൽ എന്താണ്? ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ആണ് ആ ഒരു പേയ്മെന്റ് നടത്തിയിരിക്കുന്നത്. സോ ആ പേയ്മെന്റ് എന്താണ്? അപ്പുറം കിട്ടിയ ആള് റിസീവ് ചെയ്ത ആൾ ടാക്സ് ചെയ്യുവാണെങ്കിൽ ഡിഡക്ഷൻ കിട്ടിയാൽ ഇവിടെ എന്താണ്? റിസീവ് ചെയ്ത ആൾക്ക് ഫുള്ളി എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10 CC. therefore എംപ്ലോയർക്ക് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. ഓക്കെ, എംപ്ലോയർക്ക് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. സോ ഇതാണ് 40 സേക്കകത്ത് വരുന്നത്. സോ ശ്രദ്ധിക്കുക, നമുക്ക് എക്സാമിന് 2 അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും വരുന്നതാണ്. 40A എന്താണ്? TDS പിടിക്കേണ്ട പേയ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ നോൺ റെസിഡന്റിനാണെങ്കിൽ TDS പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ TDS പിടിച്ചിട്ട് 139 ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിനുള്ളിൽ അടച്ചിട്ടില്ല എങ്കിൽ എന്താണ്? ഫുൾ ഡിസലവൻസ് ഏത് പ്രീവിയസ് ഇയറിലാണോ അടയ്ക്കുന്നത് ആ പ്രീവിയസ് ഇയറിൽ അലൗഡ് ആസ് ഡിഡക്ഷൻ. ദെൻ 40A. സോ ഇവിടെ എന്താണ്? റെസിഡന്റിനാണ് പേയ്മെന്റ് വരുന്നത്. TDS അട്രാക്ട് ചെയ്യുന്ന പേയ്മെന്റ് ഒന്നേ TDS പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ പിടിച്ചിട്ട് 139 സബ്സെക്ഷൻ 1 ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിനുള്ളിൽ അടച്ചിട്ടില്ല എങ്കിൽ 30% ഓഫ് എക്സ്പെൻഡിച്ചർ അല്ലെ. സോ സം പേയബിൾ എത്രയാണോ സം പേ ചെയ്തിരിക്കുന്നത് അതിന്റെ 30 അല്ലെങ്കിൽ പേയബിൾ എത്രയാണോ അതിന്റെ 30% ആണ് ഡിസലോ ചെയ്യുന്നത്. ഏത് പ്രീവിയസ് ഇയറിലാണോ TDS അടയ്ക്കുന്നത് ആ TDS അടയ്ക്കുന്ന പ്രീവിയസ് ഇയറിൽ എന്താണ്? അലൗഡ് ആസ് ഡിഡക്ഷൻ. ദെൻ ഇൻകം ടാക്സ് ഒരിക്കലും എന്ത് കിട്ടില്ല? BGPയില് ഡിഡക്ഷൻ ആയിട്ട് കിട്ടില്ല. ദെൻ 40A to be royalty fees ഗവൺമെന്റ് അണ്ടർടേക്കിംഗിൽ നിന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് അണ്ടർടേക്കിംഗിന് will not be allowed as deduction. Then salary to non resident അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ TDS പിടിക്കുകയോ അല്ലെങ്കിൽ TDS പിടിച്ചിട്ട് TDS പേയ്മെന്റ് ചെയ്യുന്നവരെ അടയ്ക്കുകയോ ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ്? ഡിസലവൻസ്. പിന്നീട് അടച്ചാലും ഡിസലവൻസ് മാറില്ല. ഓക്കെ, ദെൻ 40A5 എംപ്ലോയിക്ക് എംപ്ലോയർ നോൺ മോണിറ്ററി പെർക്വിസിറ്റ്സ് കൊടുക്കുന്നു. അതിന് അഗേൻസ്റ്റ് ഉള്ള ടാക്സും എംപ്ലോയർ തന്നെ പേ ചെയ്താൽ എംപ്ലോയിക്ക് എക്സംപ്റ്റഡ് ആണ്. എംപ്ലോയിക്ക് എക്സംപ്റ്റഡ് ആയിട്ട് എംപ്ലോയർക്ക് എന്തായിട്ട് പറ്റില്ല? ഡിഡക്ഷൻ ആയിട്ട് പറ്റില്ല. therefore not allowed as deduction. Then very important 40B disallowance in case of partnership firm. Okay. Disallowance in case of partnership firms or LLP. Very important. നോക്കാം അതിന്റെ പ്രൊവിഷൻ എന്താ നോക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. Salary, bonus, commission or remuneration by whatever name called paid by partner who is not a working partner. Not a working partner. Payment of remuneration or interest to a working partner which is not authorized by partnership deed or in accordance with the terms of partnership deed. Okay. Then payment of remuneration or interest to a working partner authorized in accordance with the terms of the partnership deed but relates to a period falling prior to the date of such partnership is not authorized by earlier partnership. Okay. And is not authorized by earlier partnership deed. Payment of interest to any partner authorized and in accordance with the terms of the partnership deed falling after the date of partnership deed to the extent the excess amount of calculated at 12% simple interest per annum. Okay. The payment of remuneration to a working partner which is authorized by and in accordance with the partnership deed to the extent of aggregate of such amount so working partner exceeds the following limit. Okay, so ഇതിനകത്തെല്ലാം ഡിഡക്ഷൻ ആണ് പറയുന്നത്. ഇന്ന ഡിസലവൻസസ് ആണ് പറയുന്നത്. Okay, for the first 3 lakh of book profit, okay, very important, book profit or in case of loss 1,50,000 or 90% of book profit whichever is more, or on the balance book profit 60%. Okay, so very important. Section 40B. Okay.
സോ നമ്മൾ ഫേം പാർട്ട്ണർക്ക് കൊടുക്കുന്ന രണ്ട് സെനാരിയോ ആണ് പറയുന്നത്. ഒന്നുകിൽ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ കമ്മീഷൻ, റെമ്യൂണറേഷൻ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, നമുക്കൊന്ന് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. റെമ്യൂണറേഷൻ ആർക്ക് മാത്രം കൊടുത്താലേ ഡിഡക്ഷൻ അലൗഡ് ആവത്തുള്ളൂ? വർക്കിംഗ് പാർട്ട്ണർ. ദെൻ ഇവിടെ എന്താണ്? എനി പാർട്ട്ണർ. എനി പാർട്ട്ണർ. ദെൻ സെക്കൻഡ് സെനാരിയോ നോക്കുക, വർക്കിംഗ് പാർട്ട്ണർ, ദെൻ authorized by partnership deed or in accordance with partnership deed. Okay, authorized by deed or in accordance with deed. So ഇവിടെയും എന്താണ്? സെയിം ആണ് വരുന്നത്. ഓതറൈസ് ചെയ്തിരിക്കണം or in accordance with partnership deed. Then third one, okay, payment or remuneration interest to a working partner authorized by in accordance with the terms of partnership deed but relates to a period falling prior to the date of such partnership. Okay, so period falling on or after the date of deed. ഇവിടെ അതേപോലെ തന്നെ. Then last one, സോ നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ദെൻ ഇവിടെ വരുന്നൊരു പേരാണ് ബുക്ക് പ്രോഫിറ്റ്. ബുക്ക് പ്രോഫിറ്റിന്റെ സോ ഇതിനകത്തൊരു ലിമിറ്റ് അവർ പറഞ്ഞിരിക്കുന്നു. ഇതിനപ്പുറം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനപ്പുറം പോകരുത്. ബുക്ക് പ്രോഫിറ്റ് അപ് ടു 3 lakh, then 1,50,000 or 1,50,000 or 90% of book profit, whichever is higher. Then remaining book profit in the 60% of book profit. Okay, so ഇവിടെ amount, so deduction amount വരുന്നത് 12% per annum simple interest അല്ലെങ്കിൽ interest rate specified in deed, whichever is less. Okay, so that means നമുക്ക് 40B യിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇൻഅഡ്മിസിബിൾ എക്സ്പെൻഡിച്ചർ ആണ്. നമുക്ക് എത്രത്തോളം അഡ്മിസിബിൾ ആണെന്നുള്ളതാണ് നമ്മൾ ഈ ചാർട്ടിൽ നോക്കുന്നത്. ദാറ്റ് മീൻസ് 40B പ്രകാരം ഒരാൾക്ക് റെമ്യൂണറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ P&L നമ്മളൊരു P&L ഫേമിന്റെ P&L എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഡിഡക്ഷൻ ആയിട്ട് നമ്മൾ ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് PGBP ഇൻകം നമുക്ക് P&L അല്ലെങ്കിൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കണം. ഡെബിറ്റ് മീൻസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ. സോ റെമ്യൂണറേഷൻ കൊടുത്തിരിക്കുന്ന ആർക്കായിരിക്കണം? ഒരു വർക്കിംഗ് പാർട്ട്ണർ ആയിരിക്കണം. സോ വർക്കിംഗ് പാർട്ട്ണർ അല്ലാത്തവർക്ക് റെമ്യൂണറേഷൻ കൊടുത്താൽ എന്താണ്? നമുക്ക് 40B പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? PGBP ഇൻകം കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. ഓതറൈസ്ഡ് ആയിരിക്കണം, ഇൻ അക്കോർഡൻസ് വിത്ത് ഡീഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഡീഡിൽ പറഞ്ഞിരിക്കുന്നതിന് പുറത്തോട്ട് പോകാൻ പാടില്ല. സോ പീരീഡ് ഫോളിംഗ്, സോ ദാറ്റ് മീൻസ് നമ്മൾ ഒരു ഡീഡ് കോൺസ്റ്റിറ്റ്യൂട്ട് 1/4/2019 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് അതിൽ ഡീഡ് ഡേറ്റ് പറഞ്ഞു അതിന് മുമ്പ് വിത്ത് എന്താണ് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല? റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റില്ല. എന്നാണോ ഡീഡ് കൊടുത്തിരിക്കുന്നത് അന്ന് മുതലേ നമുക്ക് എന്ത് പറ്റത്തുള്ളൂ? റെമ്യൂണറേഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ കൊടുക്കാൻ എന്നുള്ളതല്ല, നമുക്ക് കൊടുത്താൽ ഡിഡക്ഷൻ അലൗഡ് ആവത്തുള്ളൂ. ഓക്കെ, ദെൻ നമ്മുടെ എമൗണ്ട് റെസ്ട്രിക്ഷൻ ബുക്ക് പ്രോഫിറ്റ് അപ് ടു 3 lakh. ദാറ്റ് മീൻസ് എന്താണ്? ലോസ് ആണെങ്കിലും നമുക്ക് എത്ര വരെ കൊടുക്കാം? 1,50,000 or 90% of book profit, whichever is higher. Then remaining book profit is 60%. Then capital contribution കൊണ്ടുവന്നിട്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഏത് പാർട്ട്ണർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ദാറ്റ് മീൻസ് അവിടെ നിന്നാണ് വർക്കിംഗ് പാർട്ട്ണർക്ക് വേണം എന്ന് മാൻഡേറ്റ് ചെയ്യുന്നില്ല. ഓതറൈസ്ഡ് ബൈ ഡീഡ് ആയിരിക്കണം, അക്കോർഡൻസ് വിത്ത് ഡീഡ് ആയിരിക്കണം, പീരീഡ് ഫോളിംഗ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഡീഡ് ആയിരിക്കണം. അതിന് മുമ്പുള്ള പീരീഡ് ബിഫോർ ആണെങ്കിൽ എന്തായിട്ട് കിട്ടില്ല? അലൗഡ് അല്ല, ഡിസ്അലൗഡ് ആണ്. ദെൻ എമൗണ്ട് വരുന്ന 12% per annum സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് പറയുന്നത്. ദെൻ അല്ലെങ്കിൽ ഡീഡിൽ ഒരു സെപ്പറേറ്റ്, അതായത് ദാറ്റ് മീൻസ് ഡീഡിൽ 8% ആണ് പറഞ്ഞെങ്കിൽ നമുക്ക് ഡീഡിൽ 15% ആണ് പറഞ്ഞെങ്കിൽ നമുക്ക് എത്ര കൊണ്ട് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്? 12% per annum സിമ്പിൾ ഇൻട്രസ്റ്റ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ് ബുക്ക് പ്രോഫിറ്റ്. ഓക്കെ,
എന്താണ് ഈ ബുക്ക് പ്രോഫിറ്റ് മീൻസ്? ബുക്ക് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ബുക്ക് പ്രോഫിറ്റ് സോ നമുക്ക് ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ particulars amount തന്നിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഒരു P&L net profit as per profit and loss account, P&L account, net profit as per P&L. So net profit as per P&L അതിന്റെ കൂടെ ആഡ് ചെയ്യുക ഓക്കെ remuneration to partners if debited, already debited to P&L. That means നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? remuneration ആണ്. So already book profit കണ്ടുപിടിക്കാൻ ഡെബിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? അത് ആഡ് ചെയ്യുക. then interest on capital to partners if debited in P&L. So P&L ഡെബിറ്റ് ചെയ്യണമെങ്കിൽ അത് രണ്ടും ആഡ് ചെയ്യുക. then ആ കിട്ടുന്ന ഫിഗറിൽ നിന്ന് so total less interest on capital as per section 40B. So that means എന്താണ് 40B നമ്മൾ പറഞ്ഞിട്ടുണ്ട് 12% per annum അല്ലെങ്കിൽ DAD സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വിച്ച് അത് പ്രകാരം കണ്ടുപിടിക്കുന്ന ഇൻട്രസ്റ്റ് നമുക്ക് എന്താണ് ആക്ട് പ്രകാരം അലോവബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? ബുക്ക് പ്രോഫിറ്റ്. സോ ബുക്ക് പ്രോഫിറ്റ് നമുക്ക് എക്സാം ചെയ്യുന്ന ബുക്ക് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നിട്ട് ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് എലിജിബിൾ റെമ്യൂണറേഷൻ എത്രയാണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എത്രയാണെന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാവുന്നതാണ്. ദെൻ നമുക്ക് പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. സോ കണ്ടുപിടിച്ച ബുക്ക് പ്രോഫിറ്റ് ലോസ് ആണെന്ന് വിചാരിക്കുക 1 lakh ലോസ് ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? സോ നമുക്ക് എത്രയാണ് 1,50,000 or 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് വിച്ച് എവർ ഈസ് ഹയർ ആണ്. ഓക്കെ സോ ദാറ്റ് മീൻസ് ലോസ് ആണെങ്കിൽ നമുക്ക് എത്ര വരെ കൊടുക്കണം നിർബന്ധമല്ല, കൊടുക്കാം 1,50,000 വരെ കൊടുക്കാം. സോ ഈ ബുക്ക് പ്രോഫിറ്റ് 3 lakh ആണെങ്കിൽ നോക്കാം, ബുക്ക് പ്രോഫിറ്റ് 3 lakh ആണെങ്കിൽ ഇത്ര ഒരു 90% into 3 lakh എത്ര കിട്ടും? 2,70,000 or 1,50,000 whichever is higher. ഇതന്നെ വരും 2,70,000 ആയിരിക്കും ഹയർ വരുന്നത്, 2,70,000 ആയിരിക്കും ഹയർ വരുന്നത്. സോ 4 lakh ഉണ്ടെന്ന് വിചാരിക്കാം. സോ ദാറ്റ് മീൻസ് എത്രയാണ്? 3 lakh വരെ നമ്മൾ 3 lakhന്റെ വരെ 90%, 2,70,000. then remaining എത്രയാണ്? 3 lakh കഴിഞ്ഞാൽ 1 lakh. 1 lakhന്റെ എത്രയാണ്? 60% ആയിരിക്കും നമുക്ക് വരുന്ന നമുക്ക് ഈ ബുക്ക് പ്രോഫിറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കാവുന്ന റെമ്യൂണറേഷൻ. സോ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പ്രോബ്ലം ചെയ്തതൊന്നുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ദാറ്റ് മീൻസ് വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. ഫേമിന്റെ LLPയുടെ കേസിൽ 2 കാര്യങ്ങളാണ് വന്നത്. റെമ്യൂണറേഷൻ മീൻസ് സാലറി മാത്രമല്ല, ബോണസ്, കമ്മീഷൻ, എനി പേയ്മെന്റ്. ഓക്കെ സോ അവിടുന്ന് എന്തെങ്കിലും റെമ്യൂണറേഷൻ കിട്ടുവാണെങ്കിൽ വർക്കിംഗ് പാർട്ട്ണർക്കായിരിക്കണം കൊടുത്തിരിക്കുന്നത്, ഓതറൈസ് ചെയ്തിരിക്കണം, അതിൽ പറഞ്ഞിരിക്കുന്നതിന് പുറത്തോട്ട് പോകാൻ പാടില്ല, അക്കോർഡൻസ് വിത്ത് ഡീഡ് ആയിരിക്കണം എന്ന് പറയുന്നതാണ് ഓതറൈസ്ഡ്. സോ ഓതറൈസേഷൻ മീൻസ് പാർട്ട്ണർക്ക് എന്ത് കൊടുക്കുന്നു? റെമ്യൂണറേഷൻ കൊടുക്കുന്നു. സോ ചിലപ്പോൾ ഒരു എമൗണ്ട് സ്പെസിഫിക് ഇത്രയും മുകളിൽ ഇത്ര വരെ കൊടുക്കാവൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ കണ്ടുപിടിക്കുന്ന ഫിഗർ ഒരിക്കലും എന്താണ് ഈ അക്കോർഡൻസ് വിത്ത് ഡീഡ് അല്ലെങ്കിൽ ഡീഡിൽ പറഞ്ഞിരിക്കുന്നതിന് മുകളിലേക്ക് നമുക്ക് കിട്ടില്ല. ദെൻ എന്തായിരിക്കണം? നമ്മൾ ഡീഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഡേറ്റിന് മുമ്പുള്ള ഡേറ്റിലെ റെമ്യൂണറേഷൻ പറ്റില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിൽ എനി പാർട്ട്ണർ, വർക്കിംഗ് പാർട്ട്ണർ ആണെന്ന് നിർബന്ധമില്ല, ഓതറൈസ്ഡ് ആയിരിക്കണം, അക്കോർഡൻസ് വിത്ത് ഡീഡ് ആയിരിക്കണം, പീരീഡ് ഫോളോയിങ് ഓൺ ഓർ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഡീഡ് ആയിരിക്കണം. ദെൻ 12% അല്ലെങ്കിൽ ഡീഡിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് വിച്ചെവർ ഈസ് ലെസ്. സോ റെമ്യൂണറേഷൻ ആണെങ്കിൽ ബുക്ക് പ്രോഫിറ്റ് ആണ്. ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന പറഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L, അതിന്റെ കൂടെ എന്താണ്? റെമ്യൂണറേഷൻ P&L ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ഇൻട്രസ്റ്റ് P&L ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ദെൻ ഇൻട്രസ്റ്റ് 40B പ്രകാരം എലിജിബിൾ ഇൻട്രസ്റ്റ് എത്രയാണോ അത് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ബുക്ക് പ്രോഫിറ്റ്. ഓക്കെ സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദ നെക്സ്റ്റ് വൺ 40A2, വെരി ഇമ്പോർട്ടൻറ്റ് 40A2. സോ payment made to relative. Okay, any expenditure incurred in respect which payment is made to a relative person or entity to the extent it is unreasonable or excessive. Okay, excessive or unreasonable. So നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്ക് കൊടുക്കുകയാണ്, ബട്ട് അസസിംഗ് ഓഫീസറുടെ ഇതിലേക്ക്. സോ ദാറ്റ് മീൻസ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു ബിസിനസ് ചെയ്യാണ്.
സോ നോർമലി ഒരു എക്സിന് നോൺ റിലേറ്റഡ് ആയി കൊടുക്കുന്നത് 50,000 രൂപയാണ്. ദെൻ വൈ റിലേറ്റഡ് ആയതുകൊണ്ട് ഒരു 60,000 കൊടുത്തു. ദാറ്റ് മീൻസ് ഇവിടെ എക്സസീവ് എത്രയാണ് വരുന്നത്? 10,000 ആണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് മൊത്തം ഡിസലോ ചെയ്യുന്നതല്ല. അസസിംഗ് ഓഫീസർ നോക്കുമ്പോഴത്തേക്കും ഒരു നോൺ റിലേറ്റഡ് പേഴ്സണിന് കൊടുക്കുന്നതിനെക്കാട്ടിലും എത്രയാണോ കൂടുതൽ കൊടുത്തിരിക്കുന്നത് അതിനാണ് പറയുന്നത് എക്സസീവ്. ഈ എക്സസീവ് എന്ത് ചെയ്യും? 48 പ്രകാരം എൻറ്റയർ എമൗണ്ട് ഡിസലോ ചെയ്യുന്നല്ല, എക്സസീവ് ഓർ അൺറീസണബിൾ ആയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യും? ഡിസലോ ചെയ്യും. ഓക്കെ, സോ റിലേറ്റഡ് പേഴ്സൺ ഇൻഡിവിജ്വൽ ആണെങ്കിൽ എനി റിലേറ്റീവ് ആരൊക്കെ ആകാം? സ്പൗസ് ആകാം, ഫാദർ, മദർ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ലീനിയൽ അസെൻഡന്റ്, ലീനിയൽ ഡിസെൻഡന്റ് അവരെല്ലാവരും ആകാം. ഫേം ആണെങ്കിൽ പാർട്ട്ണർ ഓഫ് ദ ഫേം ഓർ റിലേറ്റീവ് ഓഫ് സച്ച് പാർട്ട്ണർ ആൻഡ് മെമ്പർ ഓഫ് ദ ഫാമിലി ഓർ അസോസിയേഷൻ. ഓക്കെ, സോ ഫേം അല്ലെങ്കിൽ AOP ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ ആ കേസ് ഫേം അല്ലെങ്കിൽ അസോസിയേഷന്റെ കേസ് ഫാമിലി ഓർ അസോസിയേഷൻ. HUF അല്ലെങ്കിൽ AOP ആണെങ്കിൽ any member of AOP or HUF or any relative of such member. Then company ആണെങ്കിൽ director of the company, any relative. Okay, company എല്ലാത്തിലും അതേപോലെ തന്നെ ഫേം ആണെങ്കിൽ എയും ബിയും പാർട്ട്നേഴ്സ് ആണെങ്കിൽ എയും ബിയും റിലേറ്റഡ് പേഴ്സൺ ആണ്. ഇവരുടെ റിലേറ്റീവ്സും എന്താണ്? റിലേറ്റഡ് അല്ലെ, ഇൻഡയറക്റ്റ് ആയിട്ട് കൂട്ട് ചെയ്യാൻ പറ്റില്ല. റിലേറ്റീവിന് റിലേറ്റീവ് അല്ലെ, എക്ക് വേണ്ടിയിട്ട് ഒരു റിലേറ്റീവ് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലും എന്നിട്ട് കൂടുതൽ എമൗണ്ട് കൈപ്പറ്റുവാണെങ്കിലും അതെല്ലാം എന്താണ്? 48 സബ്സെക്ഷൻ 2 അട്രാക്ട് ചെയ്യും. ദെൻ റിലേറ്റീവ് എനി അസസി, വേറെ ഏതെങ്കിലും നോർമൽ വരികയാണെങ്കിൽ എനി അസസി, ഇൻഡിവിജ്വൽ ഹു ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഈ ഒരു കൺസേണില് മിസ്റ്റർ എക്സിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ദാറ്റ് മീൻസ് അത് കമ്പനി ആണെങ്കിൽ 20% or more voting റൈറ്റ്, ഫേം എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ 20% or more profits. Okay, in business or profession of the assessee. Okay, ഈ മിസ്റ്റർ എക്സും എന്താവും? റിലേറ്റഡ് പേഴ്സൺ ആവും. മിസ്റ്റർ എക്സിന്റെ റിലേറ്റീവ്സും എന്താവും? റിലേറ്റഡ് ആവും. ഓക്കെ, സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ആണെങ്കിൽ പക്ക റിലേറ്റീവ്, ഫേം ആണെങ്കിൽ പാർട്ട്നേഴ്സ് അവരുടെ റിലേറ്റീവ്സ്, HUF AOP ഒക്കെ ആണെങ്കിൽ മെമ്പർ അവരുടെ റിലേറ്റീവ്, കമ്പനി ആണെങ്കിൽ ഡയറക്ടർ ഓഫ് ദ കമ്പനി അവരുടെ റിലേറ്റീവ്. ദെൻ പിന്നെ നോർമൽ സെനാരിയോയില് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളവർ എല്ലാവരും എന്താവും? അവർ കൺസേണുമായിട്ട് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ റിലേറ്റഡ് പാർട്ടിയാണ് 48 പ്രകാരം. ദെൻ അവരുടെ റിലേറ്റീവ്സ്, റിലേറ്റീവ് സച്ച് ഇൻഡിവിജ്വൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളവരുടെ റിലേറ്റീവ്സും എന്താകും? റിലേറ്റഡ് പേഴ്സൺ ആകും 48. സോ അവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴത്തേക്കും അൺറീസണബിൾ അല്ലെങ്കിൽ എക്സസീവ് ആണെന്ന് തോന്നുകയാണ് അസസിംഗ് ഓഫീസർ എങ്കിൽ ദാറ്റ് അൺറീസണബിൾ അല്ലെങ്കിൽ എക്സസീവ് പോർഷൻ മാത്രം ഡിസലോ ചെയ്തു. ഇവിടെ പറഞ്ഞതുപോലെ നോൺ റിലേറ്റഡ് പേഴ്സണുമായിട്ട് 50,000 റുപ്പീസിനായിരുന്നു ട്രാൻസാക്ട് ചെയ്യുന്നത്. റിലേറ്റഡ് പേഴ്സൺ 60 ആണെങ്കിൽ അൺറീസണബിൾ അല്ലെങ്കിൽ എക്സസീവ് ആയിട്ട് വരുന്ന എത്രയാണ്? 10,000. ആ ഒരു എക്സസീവ് പോർഷൻ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? തിരിച്ച് പിടിച്ച് ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസലോ ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ദെൻ നെക്സ്റ്റ് വൺ വെരി വെരി ഇമ്പോർട്ടന്റ്, 40A3 അല്ലെങ്കിൽ 40A3A. ഓക്കെ, നോക്കാം. If assessee makes a payment for any expenditure to any person otherwise than account by check or account by draft or use of electronic clearing system through a bank account or any other mode as may be prescribed. Okay, the amendment vannana is more than rupees 10,000 in a single day, then such expenditure shall be disallowed. Okay, if payment made to a transporter, the limit is 35,000. Expenditure, if the expenditure claim as deduction in the earlier due basis, if such expense number 48.3 will discuss here. Expenditure paid by cross check is also deduction, then also deduction not allowed. Okay, so exceptional cases on the rule 6DD lana exception varunathu, rule 6DD. Okay, so 40A3 endana parayunnathu oru assessee ഒരു എനി എക്സ്പെൻസ്, ഓക്കെ, അത് റവന്യൂ ആകാം, ക്യാപിറ്റൽ ആകാം, എനി എക്സ്പെൻസ്, ഓക്കെ, എ പേഴ്സൺ ടു എ പേഴ്സൺ ഇൻ എ ഡേ എക്സസ് ഓഫ് 10,000, that means up to 10,000 കുഴപ്പമില്ല. Okay, if it exceeds അല്ലെങ്കിൽ more than 10,000, so that means എന്താണ്? 10,000-ന് മുകളിൽ ക്യാഷ് കൊടുത്താൽ എന്ത് അട്രാക്ട് ചെയ്യും? ഡിസലവൻസ്. സോ ട്രാൻസ്പോർട്ടർക്കാണ് കൊടുക്കുന്നെങ്കിൽ എത്ര വരെയാണ്? ഈ
10,000 ഉള്ളത് എത്ര എൻഹാൻസ് ചെയ്തിട്ടുണ്ട് 35,000. ഓക്കെ, സോ എന്തായിരിക്കണം കൊടുത്തിരിക്കുന്നത്? ഇവിടെ നമുക്കൊരു അക്കൗണ്ട് പേ ചെക്ക് ആണ്. അക്കൗണ്ട് പേ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മളൊരു ചെക്ക് കൊടുക്കുന്നത് ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടേ ഉള്ളെങ്കിൽ എന്താണ് അക്കൗണ്ട് പേ ചെക്ക് അല്ല, ഇക്വലന്റ് ടു ക്യാഷ് ചെക്ക് ആണ്. ബിക്കോസ് ഇവിടെ ആർക്കും എന്തും എഴുതി ചേർക്കാം. ഓക്കെ, എം കമ്പനി അല്ലെങ്കിൽ എ കമ്പനി അത്. സോ അവിടെ എഴുതി എന്താണ് അക്കൗണ്ട് ഇന്ന ആളുടെ അക്കൗണ്ടിലേക്ക് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് പേ ചെക്ക് ആയിരിക്കണം നമ്മൾ കൊടുത്തിരിക്കുന്ന ആളുടെ നെയിമിലൂടെ സ്പെസിഫൈ ചെയ്തിരിക്കണം. ലൈക്ക് ജസ്റ്റ് ക്രോസ് ചെയ്ത ചെക്ക് അക്കൗണ്ട് പേ ചെക്കിനോട് ഈക്വൽ അല്ല. പിന്നെ അത് രണ്ടും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിരിക്കുന്നതാണ്. ആ രണ്ട് പാർട്ടീസ് തമ്മിൽ വേറൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി, എല്ലാം ക്യാഷ് ട്രാൻസാക്ഷൻ മതി. ബട്ട് അങ്ങനെ ഒരു എഗ്രിമെന്റ് അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരിക്കലും 40A3 ഓവർറൈഡ് ചെയ്യില്ല. സോ ദാറ്റ് മീൻസ് അവർ പറയുകയാണ് എനിക്ക് ക്യാഷ് തന്നാൽ മതി. സോ ആ ഒരു എഗ്രിമെന്റ് കൊണ്ട് പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇൻകം ടാക്സ് എടുക്കില്ല അത്. ബിക്കോസ് 40A3 പ്രകാരം നോർമൽ അസസ് നോർമൽ പേ ചെയ്യുന്ന ആള് നോർമൽ ഏതാണെന്നുണ്ടെങ്കിൽ 10,000 മുകളിൽ ക്യാഷ് പേയ്മെന്റ് വന്നാൽ ഇനി മോഡ് സ്പെസിഫൈഡ് മോഡിന് പുറത്താണ് വരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും മോഡാണെങ്കിൽ ഡിസലൗ ചെയ്യും. എൻറ്റയർ എമൗണ്ട് വിൽ ബി ഡിസലൗഡ്. സോ ട്രാൻസ്പോർട്ടർക്ക് ആണെങ്കിൽ എത്രയാണ് 35,000 വരെ ക്യാഷ് ആകാം. ദെൻ എക്സെപ്ഷൻ, സോ ദാറ്റ് മീൻസ് ഇവർക്ക് ക്യാഷ് വേണമെങ്കിലും കൊടുക്കാം. പേയ്മെന്റ് മെയ്ഡ് ടു RBI ബാങ്കിലേക്ക് നമ്മൾ കൊടുക്കുന്ന LIC ബാങ്ക്സ് ഗവൺമെന്റ് എല്ലാം നമ്മൾ എന്തായാലും ക്യാഷ് പേയ്മെന്റ് നടത്താം. പേയ്മെന്റ് ത്രൂ നെഫ്റ്റ് RTGS ഡെബിറ്റ് കാർഡ്സ് ECS എല്ലാം എന്താണ് ബാങ്കിനെ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. അതെല്ലാം എന്താണ് എക്സംപ്റ്റഡ്. സോ ബൈ ബുക്ക് എൻട്രി അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ് ഇടുന്നെങ്കിൽ ഇപ്പോൾ 1 lakh കൊടുക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താലും അതെന്താണ് നമുക്ക് 40A3 ഡിസലവൻസ് അട്രാക്ട് ചെയ്യില്ല. സോ എപ്പോഴും ശ്രദ്ധിച്ചോ, നമുക്ക് ഇതിനകത്ത് ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. സോ ദാറ്റ് മീൻസ് 40A3 അട്രാക്ട് ചെയ്യുക മീൻസ് ഡിസലവൻസ് അട്രാക്ട് ചെയ്യുക. പേയ്മെന്റ് പ്രൊസീജിയർ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. ഓക്കെ, സോ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, പോൾട്രി പ്രൊഡ്യൂസ്, ഫിഷ് പ്രൊഡ്യൂസ്, ലൈഫ് സ്റ്റോക്ക് ഇവർക്കെല്ലാം എന്താണ് ക്യാഷ് പേയ്മെന്റ് വേണം. ദാറ്റ് മീൻസ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എല്ലാം എന്താണ് കർഷകന്റെ നമ്മൾ ആദ്യം വാങ്ങിക്കുന്ന നമുക്ക് ഒരിക്കലും ചിലപ്പോൾ സംടൈംസ് എന്താണ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ അല്ലെങ്കിൽ അക്കൗണ്ട് വേ ചെക്ക് ഒന്നും പറഞ്ഞാൽ നടക്കില്ല. ദെൻ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് കാട്ടിൽ പോയിട്ട് തേന അങ്ങനെയുള്ളവരൊക്കെ അവർക്കൊന്നും ബാങ്ക് പോലും കണ്ടിട്ടുണ്ടാവില്ല. സോ അവർക്കും നമുക്ക് എന്താണ് ക്യാഷ്. ദെൻ പോൾട്രി പ്രൊഡക്റ്റ്, ഫിഷ് പ്രൊഡക്റ്റ്. സോ നമ്മൾ കടലിലൊക്കെ പോകുന്ന അവര് വെള്ളമായിട്ട് പോയിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന അവിടെ പോയി ലേലം കൊണ്ടുവരുന്ന കേസാണ് പറയുന്നത്. അല്ലാണ്ട് ഈ ഫിഷ് പ്രോഡക്റ്റ് എന്നുള്ള എല്ലാം ഇവിടെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്ക് സ്ഥിരീകരിച്ച് വെച്ചിരിക്കുന്ന സ്റ്റോറുകളിലേക്കുള്ള ഓൾമാർട്ട് അങ്ങനെയുള്ളവരൊക്കെയുള്ള മോളുകളിലൊക്കെ നമുക്ക് ഫിഷ് വന്ന് അവിടെ എടുക്കുന്നത് അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഡീലർക്ക് ആ ഒരു സെനാരിയോ ആണ് പറയുന്നത്. സോ കടലിൽ കൊണ്ടുവരുന്ന അവരിന്ന് ലേലത്തിൽ വാങ്ങിക്കുന്നവർക്ക് എന്താണ് ക്യാഷ് കൊടുക്കാം എന്നാണ് പറയുന്നത്. പേയ്മെന്റ് റിക്വയർഡ് മെയ്ഡ് ഓൺ എ ഡേ വെൻ ബാങ്ക്സ് ആർ ഓക്കെ. സോ ഏതെങ്കിലും 3 മാസം അല്ലെങ്കിൽ 90 ഡേയ്സോ അല്ലെങ്കിൽ ആ ഒരു അതിന്റെ 3 days കഴിഞ്ഞ് വരുന്ന ദിവസം ബാങ്ക് ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഏതൊരു കാരണവശാൽ ബാങ്ക് അറിഞ്ഞില്ല അന്ന് തന്നെ പേയ്മെന്റ് നടത്തണമെങ്കിൽ നമുക്കത് കാണിച്ചിട്ട് ആ റീസൺ കാണിച്ച് പേയ്മെന്റ് നടത്താം. റിട്ടയർമെന്റ് ബെറ്റ് പ്രൊവൈഡ് സച്ച് എമൗണ്ട് പേയ്മെന്റ് ഈസ് അപ് ടു ₹50,000 വരെയാണെങ്കിൽ പേയ്മെന്റ് നടത്താം. പേയ്മെന്റ് ഓഫ് സാലറി ടു എംപ്ലോയി ഹു ഈസ് പോസ്റ്റഡ് ഇൻ എനി അതർ പ്ലേസ് 15 days or more the normal place of duty. സോ അങ്ങനെ വന്നാലും അവർക്കും എന്താണ് അവർക്ക് അവരുടേതായ ലൈഫിൽ വേണ്ടി വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ നോർമൽ കോഴ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനായിട്ട് സോ ബാങ്കിൽ കൊടുക്കാതിരിക്കില്ല. അവരുടെ കയ്യിലേക്കായിരിക്കും കൊടുക്കുന്ന ക്യാഷ് ആയിരിക്കും പേയ്മെന്റ് കൊടുക്കുന്നത്. പേയ്മെന്റ് വേർ ബാങ്ക് ഫെസിലിറ്റീസ് നോട്ട് അവൈലബിൾ. ബാങ്ക് ഫെസിലിറ്റി അവൈലബിൾ അല്ലാത്ത സെനാരിയോയിൽ പേയ്മെന്റ് മെയ്ഡ് ബൈ ആൻ ഓതറൈസ്ഡ് ഡീലർ ഓൺ മണി എക്സ്ചേഞ്ച് അഗൈൻസ്റ്റ് പർച്ചേസ് ഓഫ് ഫോറിൻ കറൻസി. ഓക്കെ, സോ എക്സ്ചേഞ്ചിലൊക്കെ അറിയാം നമുക്ക് ഫോറിൻ കറൻസി ഇപ്പം 10,000 എപ്പോൾ ഉണ്ടെങ്കിൽ അവര് എന്താണ് ഓതറൈസ്ഡ് ഡീലർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം തിരിച്ചു തരുന്ന നമ്മുടെ ബാങ്കിലേക്ക് ആയിരിക്കില്ല, അവർ ക്യാഷ് ആയിരിക്കും തിരിച്ചു തരുന്നത്. സോ ഇത്രയും ആൾക്കാർ എന്താണ് റൂൾ 6DD പ്രകാരം 40A3 എക്സെപ്റ്റ് ആണ്. ദാറ്റ് മീൻസ് ആ സ്പെസിഫൈഡ് ലിമിറ്റിൽ അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 35,000 സെനാരിയോയ്ക്ക് മുകളിലോട്ട് ക്യാഷ് കൊടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ 40A3 where an expenditure is allowed as deduction on accrual basis in any previous year and the payment is made in the subsequent previous otherwise. Okay, so ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളിപ്പം 40A3 വെരി ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ്. 40A3 എന്താണ് പറഞ്ഞത് ഒരു എക്സ്പെൻസ്. ഓക്കെ, ഒരു ഡേ ഒരാൾക്ക് കൊടുക്കുന്നത് 10,000 എക്സീഡ് ചെയ്താൽ സോ ഇവിടെ നമുക്കൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ 10,000 എക്സീഡ് ചെയ്താൽ നമുക്ക് എന്താണ് ഡിസലവൻസ്. റവന്യൂ എക്സ്പെൻഡിച്ചർ സോ നമുക്ക് P&L ഡെബിറ്റ് വരും. നോർമൽ സെനാരിയോ P&L ഡെബിറ്റ് നമുക്കൊരു P&L കോൺസെപ്റ്റ് ഞാൻ പറയാണ്. P&L ഡെബിറ്റ് അല്ലെങ്കിൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ ഡിഡക്ട് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ ഒരു സെനാരിയോ നോക്കാം. ഒരു ഓൾറെഡി പേയബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു
സാലറി ആണെങ്കിൽ നമുക്കറിയാം സാലറി പെയ്ഡ് ഓർ പേയബിൾ, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ നമ്മൾ P&L ആകുമ്പോഴത്തേക്കും പെയ്ഡ് ഓർ പേയബിൾ ഡ്യൂ ബേസിസിൽ എടുക്കാറുണ്ട്. ഓക്കെ, സോ പേയബിൾ എന്ന രീതിയിൽ ഇപ്പം പ്രീവിയസ് ഇയർ 18-19 പേയബിൾ എന്ന രീതിയിൽ എവിടെ കൊണ്ടുവന്നു, അക്കൗണ്ടിൽ കൊണ്ടുവന്നു. സോ നമുക്ക് അത് എവിടെ കിടക്കും, ബാലൻസ് ഷീറ്റില് കറണ്ട് ലയബിലിറ്റിയിൽ ഉണ്ടാവും അല്ലെ. സോ ഇവിടെ പേയബിൾ ഓൾറെഡി P&L കാണിച്ചു, ആ ഫിഗർ കാണിച്ചു, നമ്മൾ ഡ്യൂ ബേസിസ് അല്ലെങ്കിൽ അക്രൂവൽ ബേസിൽ അക്കൗണ്ട് ചെയ്തു, ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റീസിൽ ഉണ്ടാവും. ദെൻ പ്രീവിയസ് ഇയർ 19-20 വരുമ്പോഴത്തേക്കും ആക്ച്വലി ഇതെന്താണ്, P&L ഇത് അഫക്ട് ചെയ്യില്ല. ഓക്കെ, സോ നമ്മൾ ഭയങ്കരമായിട്ടൊരു ടാക്സ് പ്ലാനിങ് ആയിരുന്നു ഈ ഒരു സെക്ഷൻ വരുന്നതിന് മുമ്പ് 40. സോ ദാറ്റ് മീൻസ് പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്തു, ഓൾറെഡി നമ്മൾ P&L കൊണ്ടുവന്നു, പേയബിൾ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ വർഷം P&L അട്രാക്ട് ചെയ്തില്ലല്ലോ. സോ എന്നിട്ട് എന്ത് ചെയ്തു, ക്യാഷ് കൊടുക്കാൻ ശ്രമിച്ചു. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇത്തവണ നമുക്ക് എന്താണ്, ശരിക്കും P&L എൻട്രി വരത്തില്ല, ഇവിടെ എന്താ പറയത്തുള്ളൂ, കറണ്ട് ലയബിലിറ്റീസിൽ ഡെബിറ്റും വരും, ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിന്, സോറി ഇവിടെ ബാങ്കിനാണെങ്കിൽ പ്രശ്നമില്ല, ക്യാഷിന് എന്തെങ്കിലും ക്രെഡിറ്റ് വന്നിട്ട് എൻട്രി ഇട്ട് മാറുകയാണ് ചെയ്യുന്നത്, P&L അഫക്ട് ചെയ്യുന്നില്ല. ബട്ട് ഇങ്ങനെ വന്നാലും എന്ത് ചെയ്യും, അക്കൗണ്ട് പേജ് അതർവൈസ് ദാൻ അക്കൗണ്ട് പേജ് ഈസിയസ് ത്രൂ പ്രിസ്ക്രൈബ്ഡ് ഇലക്ട്രോണിക് മോഡ് ആണെങ്കിൽ സച്ച് പേയ്മെന്റ് ഓക്കെ ഇൻ എക്സസ് ഓഫ് 10,000 അല്ലെങ്കിൽ സ്പെസിഫൈഡ് അബോവ് ആണെങ്കിൽ എന്ത് ചെയ്യും, against the business or profession tax of the subsequent shall be deemed as profit. Okay, so ഇവിടെ എന്ത് കഴിയും, ഡിസലവൻസ് കഴിഞ്ഞവണ് ഓൾറെഡി എന്ത് ചെയ്തു, അലൗഡ് നമ്മൾ ഡ്യൂ ബേസിസിൽ കിട്ടി, ഇത്തവണ വന്നിട്ട് എന്ത് ചെയ്തു, റൂൾ സെക്ഷൻ 40A(3)A. സോ 40A(3) ആക്ച്വലി വയലേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ കൊടുത്ത പേയ്മെന്റ് എന്തായിട്ട് കാണിക്കും, ഇൻകം ആയിട്ട് കാണിക്കും. സോ വെരി ഇമ്പോർട്ടൻറ്റ് 40A(3). നോർമലി ബിസിനസ്സിലെല്ലാം ചെയ്തു 40A(3) മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ടാക്സ് പ്ലാനിങ് ആയിരുന്നു. നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഡ്യൂ ബേസിസ് അല്ലെങ്കിൽ അക്രൂവൽ ബേസിൽ അക്കൗണ്ട് ചെയ്തിട്ട് അടുത്ത വർഷം. സോ അപ്പോൾ എന്ത് ചെയ്തില്ല, ഒരിക്കലും P&L അഫക്ട് ചെയ്യത്തില്ല. ബാലൻസ് ഷീറ്റ് എൻട്രീസ് ആണ്, അസറ്റും ലയബിലിറ്റിയും തമ്മിൽ എൻട്രി ഇട്ട് മാറുകയാണ് ചെയ്യുന്നത്, എൻട്രി ഇട്ട് അത് റെഡി ഇതാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ P&L ആക്ച്വലി അഫക്ട് ചെയ്യില്ല. ബട്ട് 40A(3)A വന്നതോടെ എന്താണ്, അങ്ങനെ ചെയ്താൽ അതെന്തായിട്ട് കണക്കാക്കും, ആ പ്രീവിയസ് ഇയറിലെ ഇൻകം ആയിട്ട് ഡീംഡ് ആസ് പ്രോഫിറ്റ് അഗെയിൻ ഓഫ് ദ ബിസിനസ് ഓർ പ്രൊഫഷൻ. അതിന്റെ ഡീംഡ് പ്രോഫിറ്റ്, ബിസിനസിന്റെ പ്രൊഫഷന്റെ ഡീംഡ് പ്രോഫിറ്റ് ആയിട്ട് കാണിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നോർമൽ വർക്കിലെല്ലാം വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഈ ഒരു സെക്ഷൻ നമുക്ക് നോർമൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഓഡിറ്റിന് പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ 40A(7) provision for payment of gratuity employees not left. So provision, so gratuity pay ചെയ്യാനായിട്ടുള്ള provision എന്തല്ല, not allowed. Okay, so however disallowance is not required if provision made for contribution of approved gratuity fund or payment of gratuity that has become payable during the year. Okay, so ഈ ഇയറിലെ പേയബിൾ ആയി. സോ ഡിസലവൻസ് വുഡ് നോട്ട് അട്രാക്ട് if the provision is made contribution to approved gratuity ഫണ്ടിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. Then payable ആണെങ്കിൽ എന്താണ്, allowed as deduction. Okay, approved gratuity ഫണ്ടിലേക്ക്. Then certain contribution, no deduction. 40A(9) no deduction shall be allowed in respect of any sum paid by assessee as an employer towards setting up information fund, trust, company, AOP, BOI, society or other institution for any purpose. Okay, so that means where any sum is paid by way of contribution to approved superannuation fund recognized. So unrecognized ആയിട്ടുള്ള ഫണ്ടിലേക്ക് എംപ്ലോയിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഡിസലവൻസ്. ഓക്കെ, അൺറെക്കഗ്നൈസ്ഡ് ഫണ്ട്. സോ റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. ഓക്കെ, അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി then requirement under law, then such amount allowed as deduction. So very important, unrecognized provident ഫണ്ടിലേക്കുള്ള contributions by employer contribution allowed അല്ല. Okay, then നമ്മൾ ചാർജബിലിറ്റി സെക്ഷൻ പഠിച്ചപ്പോൾ സെക്ഷൻ 28 തന്നെ വരുന്ന ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 41. then ഇവിടെ നോക്കാം 41 subsection 1 where any deduction allowed in respect of loss, expenditure or trading liability for any year subsequently during any previous year the assessee or succession business has obtained any amount in respect of such loss, expenditure, benefit in respect of a trading liability by way of remission, cessation thereof, amount thereof. Okay, so that means ഇവിടെ ഒന്നുമില്ല. സെക്ഷൻ 41 സബ്സെക്ഷൻ 1 എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഇപ്പം നമ്മൾ ജസ്റ്റ് P&L ബേസിൽ എടുക്കുകയാണെങ്കിൽ
ഏതെങ്കിലും പ്രീവിയസ് ഇയറിൽ P&L ഡെബിറ്റ് ചെയ്ത് കളഞ്ഞ ലോസ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ട്രേഡിംഗ് ലയബിലിറ്റി പിന്നീട് അത് തിരിച്ചു കിട്ടിയാൽ ഈ ഓൾറെഡി ഡെബിറ്റ് ചെയ്ത് പോയ സംഭവം തിരിച്ചു കിട്ടിയാൽ നമ്മൾ ഏത് പ്രീവിയസ് ഇയറിലാണ് കിട്ടുന്നത് ആ പ്രീവിയസ് ഇയറിൽ എന്തായിട്ട് കണക്കാക്കും PGP ഇൻകം ആയിട്ട് കണക്കാക്കും. Then 41 subsection 3 amount related on transfer of asset used by scientific research as business income to the extent deduction allowed. So നമ്മൾ സെക്ഷൻ 35 പറഞ്ഞിട്ടുണ്ടായിരുന്നു സയന്റിഫിക് റിസർച്ചിന് ഒന്നിൽ 100% അല്ലെങ്കിൽ വെയിറ്റഡ് ഡിഡക്ഷൻ ആയിട്ടുള്ള 150% വരെയൊക്കെ കിട്ടുന്നുണ്ട്. സോ നമുക്കിവിടെ ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ നോർമലി ലാൻഡിന് കിട്ടില്ല, മറ്റേതിനെല്ലാം നമുക്കൊരു 100% ആണ് കിട്ടുന്നത്. സോ അത് നമ്മൾ എന്ത് ചെയ്താണ് ട്രാൻസ്ഫർ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ശരിക്കും 35 പ്രകാരം എന്താണ് അലോ ചെയ്ത് നമ്മൾ P&L ഫുൾ അല്ലെങ്കിൽ ഫുള്ള് നമുക്ക് അലോ ഡെബിറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് നമ്മൾ കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ എന്താണ് ആ അസെറ്റ്, ബട്ട് ആക്ച്വലി ആ അസെറ്റ് ഉണ്ട് ബ്ലോക്കിൽ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഡിപ്രീസിയേഷൻ ഇല്ലായിട്ടാണ് വരുന്നത്. ഡിപ്രീസിയേഷൻ ദാറ്റ് മീൻസ് അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ല. ബട്ട് അത് ട്രാൻസ്ഫർ ചെയ്താൽ കുറച്ച് കാലം യൂസ് ചെയ്ത് ട്രാൻസ്ഫർ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങോട്ട് സെയിൽ പ്രൈസ് അല്ലേ, സെയിൽ പ്രൈസ് കിട്ടത്തില്ലേ, സെയിൽ വാല്യൂ കിട്ടും അല്ലെങ്കിൽ കൺസിഡറേഷൻ കിട്ടും. ആ കൺസിഡറേഷൻ കിട്ടുന്ന then to the extent in the previous year transfer price. Okay, take price business income to the extent of deduction. Business income ആയിട്ട് എത്ര കണക്കാക്കും, 35 എത്രയാണ് ഡിഡക്ഷൻ കിട്ടി അതിന് മുകളിലുള്ളത് ക്യാപിറ്റൽ ഗെയിനിലോട്ട് കാര്യങ്ങൾക്ക് പോകും. സോ നമുക്കിവിടെ 41 സബ്സെക്ഷൻ 3 എത്രയാണോ 35 സയന്റിഫിക് റിസർച്ച് എക്സംഷൻ കിട്ടിയത് ആ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എത്രയാണോ ഡിഡക്ഷൻ കിട്ടിയത് ആ ഡിഡക്ഷൻ കിട്ടിയ എമൗണ്ട് എന്താവും ട്രാൻസ്ഫർ ചെയ്യുന്ന ഇയറിൽ ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യും. ഓക്കെ, then 41 subsection 3 amount recovered by assessee against bad debts. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 36 subsection 1 സംഗതി പറയുന്ന ബാഡ് ഡെറ്റ്സ്. ഓക്കെ, ബാഡ് ഡെറ്റ്സ് ഓൾറെഡി എന്താണ് ബുക്സിൽ അല്ലേ, ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞ് കാണിച്ച് നമ്മൾ എന്ത് ചെയ്യും P&L ഡെബിറ്റ് ചെയ്ത് കളയും അല്ലേ. ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഏതെങ്കിലും വർഷം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയർ 1920 പണ്ട് എപ്പോഴും എഴുതി കളഞ്ഞ ബാഡ് ഡെറ്റ് കിട്ടിയാൽ അതെന്താണ് 41 സബ്സെക്ഷൻ 4 പ്രകാരം ഇത്തവണത്തെ PGBP ഇൻകം ആയിട്ട് കണക്കാക്കുന്നു. ഓക്കെ, then next one 43 capital A asset acquired from if any asset is acquired from a foreign currency through a loan in foreign currency or foreign suppliers credit adjustment with block of asset. Okay, time of payment shall be adjusted with block of asset ആയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നേരെ ചാടി കയറി ഇവിടെ P&L-ലോട്ടല്ല പോകുന്നത്. Adjustment is made only at the time of actual payment of foreign loan or supplier credit. If there is a gain reduced from block of asset, if there is a loss added to block of asset. Okay, so that means gain or loss ആണെങ്കിൽ P&L ക്രെഡിറ്റോ അല്ലെങ്കിൽ ഡെബിറ്റോ അല്ല ചെയ്യുന്നത്, ബ്ലോക്ക് ഓഫ് അസറ്റ് ആഡ് ചെയ്യോ റെഡ്യൂസ് ചെയ്യോ ചെയ്യാണ്. Profit or loss on hedging contract meeting out of loss foreign currency payment towards asset acquired from outside India shall be reduced or added to the cost of asset. Okay, so that means 48 asset ആണെങ്കിൽ അസറ്റിന്റെ വാല്യൂയിലോട്ട് കോസ്റ്റ്, അതായത് 2 സബ്സെക്ഷൻ ലെവൽ നമ്മൾ ബ്ലോക്ക് ഉണ്ടാവും, ബ്ലോക്കിലേക്ക് ആഡ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുവാണ്. ഗെയിൻ ആണെങ്കിൽ റെഡ്യൂസ് ഫ്രം ബ്ലോക്ക്, ലോസ് ആണെങ്കിൽ ആഡ് ചെയ്യുക ബ്ലോക്കിലേക്ക്. ഓക്കെ, then 40A taxation foreign exchange fluctuation. Any gain or loss arising on change of foreign exchange rate shall be treated as income or loss as the case may be. So that means നമ്മൾ shall be computed in accordance with ICDS വെച്ചിട്ടായിരിക്കും കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ഗെയിൻ ആണെങ്കിൽ നമ്മൾ ഇതായിട്ട് P&L ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും, ലോസ് ആണെങ്കിൽ P&L ഡെബിറ്റ് ചെയ്യും. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞാൽ 36 സബ്സെക്ഷൻ 43B actual payment basis. Okay, the following expenses are allowed only if paid up to the due date of filing. അതായത് നമ്മുടെ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് 31st ജൂലൈ അല്ലെങ്കിൽ 30th സെപ്റ്റംബർ അല്ലെങ്കിൽ 30th നവംബറിനുള്ളിൽ പേ ചെയ്താൽ മാത്രം കിട്ടുന്ന അലവൻസസ് എക്സ്പെൻഡിച്ചർ അലൗഡ് ആസ് ഡിഡക്ഷൻ. എനി ടാക്സ് ഡ്യൂട്ടീസ്. ഓക്കെ, സോ എനി ടാക്സിനകത്ത് എന്ത് വരത്തില്ല, ഇൻകം ടാക്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഡിസ്അലവൻസ് ആണ്. 48 പ്രകാരം ഡിസ്അലവൻസ് ആണ് ഇൻകം ടാക്സ്. 40 സ്മോൾ എ പ്രകാരം ഇൻകം ടാക്സ്. ഓക്കെ, വേറെ ഉള്ള എനി ടാക്സ് ഡ്യൂട്ടീസസ്, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട്, then ബോണസ് ഓർ കമ്മീഷൻ ഓൺ ആക്ച്വൽ പേയ്മെന്റ് ബേസിസിൽ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫ്രം സ്റ്റേറ്റ് PFI, പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എല്ലാം എന്താണ്. then leave encashment and subsection 10A, any sum payable to Indian Railway for use of railway assets, interest on loan borrowing from a deposit taking on
ഇതെല്ലാം ഈ കേസിലെല്ലാം എന്താണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ഓർ സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFC. ഇതിനെല്ലാം എന്താണ് അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 1 ആക്ച്വൽ പേയ്മെന്റ് നടന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, അത് അലോഡ് ആസ് ഡിഡക്ഷൻ. ദാറ്റ് മീൻസ് ഒന്നുകിൽ ജൂലൈ 31 സെപ്റ്റംബർ 30 നവംബർ 30. സോ ഇതാണ് ഡ്യൂ ഡേറ്റ് നവംബർ 30. Due date of filing return under section 139 subsection 1. Okay. Then determination of cost of acquisition of stock in trade. If under amalgamation, gift, partition, HF, will or irrevocable trust, a capital asset is transferred as stock in trade, the cost of acquisition of such stock in trade will be cost of acquisition of previous owner acquisition cost plus cost of improvement incurred by transferee or transferor plus expenses on such transfer. Okay. So, okay. Section 43C, cost of acquisition, stock in trade ആയിട്ടാണ്. So amalgamation അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ so cost to previous owner plus cost of improvement by transferor അല്ലെങ്കിൽ transferor plus expenses on transfer. Okay. So ഇതെല്ലാം കൂടി ചേർത്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്ക് ഇൻ ട്രേഡിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഓക്കെ. Then 43CA, okay, very important 43CA because the capital gain after 50C എന്ന് പറയുന്ന സെക്ഷന് 50C. Okay. So ഈ 43CA 50C then other സോഴ്സിലേക്ക് വരുമ്പോഴത്തേക്കുള്ള ഒരു സെനാരിയോ, ഗിഫ്റ്റിന്റെ സെനാരിയോ വരുന്ന കേസ്, അങ്ങനെ കുറേ 3 സെക്ഷൻസും കണക്റ്റഡ് ആണ്. Where consideration for the transfer of asset other than capital asset be okay. So capital asset alla land or building. So that means എന്തായിരിക്കണം, ഇത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ, ലാൻഡ് ബിൽഡിങ് ക്യാപിറ്റൽ അസറ്റ് ആകാതിരിക്കത്തുള്ളൂ. ബിസിനസ്സിൽ ഇതാണ്. Then land building or both is less than the consideration transfer. That means സെയിൽ നടത്തിയപ്പോൾ കിട്ടിയ കൺസിഡറേഷൻ, ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് നടത്തിയപ്പോൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത് value of consideration for the purpose of stamp duty value നെക്കാട്ടിലും കുറവാണ്. Stamp duty value greater than consideration. Okay. ആ scenario ആണ്. However, then computing in under the head shall be deemed to be the full value accessible, that is stamp duty value. So stamp duty value ആയിരിക്കും എടുക്കുന്നത്. So 50C യിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ stamp duty value ആയിരിക്കും എടുക്കുന്നത്. Then അതേ പോയിന്റ് തന്നെ വരുന്നു. However, if the stamp duty value does not exceed 105% of consideration received accruing, then the consideration. Okay. So stamp duty value less than or equal to 105% of consideration ആണെങ്കിൽ എന്തായിരിക്കും, കൺസിഡറേഷൻ തന്നെ ആയിരിക്കും എടുക്കുന്നത്. കൺസിഡറേഷൻ ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, for the purpose of computing sale price ആയിട്ട് എടുക്കുന്നത്. Shall be deemed to the full value consideration for the purpose of computing profit and gains from transfer of such asset. Okay. Further, date of agreement നമ്മൾ 50C യിൽ പറഞ്ഞിരിക്കുന്നത് പോലെ രണ്ട് എഗ്രിമെന്റ് ഡേറ്റ് ഉണ്ടാകാം. where date of agreement fixing the value of and transfer date. Okay. ട്രാൻസ്ഫർ ചെയ്തിട്ട് രജിസ്ട്രേഷൻ. Okay. Date of agreement, date of registration രണ്ടാണെങ്കിൽ the stamp duty value may be taken on the date of agreement for transfer instead of date of registration. Such transfer provide at least part of consideration has been received by way of. So that means എന്തെങ്കിലും അഡ്വാൻസ് ക്യാഷ് അല്ലാതെ എനി മോഡ് അതർ ദാൻ ക്യാഷ് ആയിട്ടാണെങ്കിൽ എന്തെടുക്കും, എഗ്രിമെന്റ് ഡേറ്റ് അഡ്വാൻസ് കിട്ടുന്ന എന്താണ്, എഗ്രിമെന്റ് ഡേറ്റിന് മുമ്പോ അല്ലെങ്കിൽ എഗ്രിമെന്റ് ഡേറ്റിന് അന്നോ കിട്ടുവാണെങ്കിൽ അഡ്വാൻസ് എടുക്കും. സോ എഗ്രിമെന്റ് ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കും, അല്ലെങ്കിൽ അതർവൈസ് എന്താണ് രജിസ്ട്രേഷൻ ഡേറ്റിലെ date of agreement to provide at least part of the consideration has been received by way of account pay check or account pay bank proof to serve electronic mode on or before the date of agreement. So വേറെ സെനാരിയോയിലൊക്കെ എന്താണ് രജിസ്ട്രേഷൻ. സോ ദാറ്റ് മീൻസ് 50C യിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെ അവിടെ എന്താണ് ക്യാപിറ്റൽ അസറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ലാൻഡ് ബിൽഡിംഗ് ക്യാപിറ്റൽ അസറ്റ് ആകും. ദാറ്റ് മീൻസ് എന്തായിരിക്കണം, പക്ക ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിരിക്കണം.
Then very important sections, ഇനി വരുന്ന 4 sections very important. 40AA maintenance of books of accounts, okay, and rule 6F compulsory maintenance of books of accounts. Specified or notified profession case ആണ് വരുന്നത്. In case of specified profession, so specified profession ഏതൊക്കെയാണ്? Specified medical, that means doctor, legal, accounting, film artist, engineering, technical consultancy, architectural, interior decorator, company secretary, any other profession which may be notified by CBDT. Okay. So Central Board of Directors notify അല്ലെങ്കിൽ ഇത് ഡോക്ടേഴ്സ്, വക്കീലന്മാര്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഫിലിം ആർട്ടിസ്റ്റ്, എഞ്ചിനീയേഴ്സ്, ഇവരെല്ലാമാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 40AA 44 സെക്ഷൻ 44A പ്രകാരമുള്ള സ്പെസിഫൈഡ് പ്രൊഫഷൻസ്. ഓക്കെ, specified professions. Okay. In case of specified, gross receipt is more than 1,50,000 all the 3 years. Okay, very important, all the 3 years preceding the previous year or likely to exceed in the previous year in which newly set up assessee is required to maintain books of accounts as per rule 6F. Okay, so specified profession, section 44AA il parayna സ്പെസിഫൈഡ് പ്രൊഫഷൻ ആണെങ്കിൽ എന്താണ്, നമ്മുടെ പ്രീവിയസ് ഇയറിൽ 1920 ഈ പറയുന്ന റൂൾ 6F പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണമെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള ഓൾ 3 പ്രീവിയസ് ഇയേഴ്സ് എന്തായിരിക്കണം? ഗ്രോസ് റെസീറ്റ് മോർ ദാൻ 1,50,000 ആണെങ്കിൽ 1920 എന്ത് ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആസ് പെർ റൂൾ 6F otherwise required to maintain such book. Okay, so that means ഇതിനകത്ത് ഏതെങ്കിലും ഒരു വർഷമെങ്കിലും 150 അല്ലെങ്കിൽ അതിൽ കുറവോ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട? റൂൾ 6F പ്രകാരമുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. സോ എപ്പോഴും ശ്രദ്ധിക്കണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. റൂൾ 6F ആണ് ക്യാഷ് ബുക്ക്, ലെഡ്ജർ, ജേണൽ ലെഡ്ജർ, കാർബൺ കോപ്പീസ് ഓഫ് ബിൽ എക്സീഡിംഗ് 25, ഒറിജിനൽ ബിൽ ഓഫ് ഫോർ എക്സ്പെൻഡിച്ചർ എക്സീഡിംഗ് 50, മെഡിക്കൽ പ്രാക്ടീഷണർ, ദാറ്റ് മീൻസ് ഡോക്ടേഴ്സ് വീട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അഡീഷണൽ books that is daily case register and medical inventory register has to be maintained. അവർ മെഡിസിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻവെന്ററി രജിസ്റ്ററും ഡെയിലി കേസ് രജിസ്റ്ററും മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഒരു ഈ പറയുന്ന സ്പെസിഫൈഡ് പ്രൊഫഷണൽ ആണെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ 1920 അതിന് തൊട്ട് മുമ്പുള്ള 3 പ്രീവിയസ് ഇയറിലും ഗ്രോസ് റെസീറ്റ് 1,50,000 എക്സീഡ് ചെയ്താൽ മാത്രം ഇവർ എന്ത് ചെയ്താൽ മതി? റൂൾ 6F പ്രകാരം. ഇവിടെ കുറച്ച് പേർക്ക് ഉദാഹരണം ഉണ്ട്, ഒരു ബുക്കും കീപ്പ് ചെയ്യണമെന്നല്ല പറയുന്നത്. Otherwise, he is required to maintain such books of accounts or documents from which assessing officer is able to complete assessment. So that means എനിക്ക് ഗ്രോസ് റെസീറ്റ് ഇത്രേ ഉള്ളൂ. ദാറ്റ് മീൻസ് എനിക്ക് കിട്ടുന്ന എല്ലാം ഇന്ന പർട്ടിക്കുലർ ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. സോ അസസിംഗ് ഓഫീസറോട് പറയാണ്, അസസിംഗ് എനിക്കും കഴിഞ്ഞ 3 വർഷവും ഞാൻ ഫിലിം ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, കഴിഞ്ഞ 3 വർഷമായിട്ട് എന്റെ ഗ്രോസ് റെസീറ്റ് 1,50,000 താഴെയാണ്. സോ എന്ത് ചെയ്യാം? ബുക്സ് എന്ത് ചെയ്യും? റൂൾ 6F പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എനിക്ക് കീപ്പ് ചെയ്യണ്ട. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ഇല്ല. അങ്ങനെയല്ല, റൂൾ 6F എന്താണ്? ക്യാഷ് ബുക്ക്, ജേണൽ ലെഡ്ജർ ഇതൊന്നും കീപ്പ് ചെയ്യണ്ട. കാർബൺ കോപ്പീസോ അല്ലെങ്കിൽ മെഡിക്കൽ വേണ്ട. ബട്ട് എന്താണ്? അസസിംഗ് ഓഫീസർ ഇതിൽ പ്രൂവ് ചെയ്യണം, എനിക്ക് ഇത്രയേ ഉള്ളൂ എന്റെ ഗ്രോസ് റെസീറ്റ്. ദാറ്റ് മീൻസ് ഇന്ന ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എന്റെ പേയ്മെന്റ്സ്, എന്റെ പ്രൊഫഷണൽ പേയ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിന്റെ പ്രിന്റ് ഔട്ട് അല്ലെങ്കിൽ പാസ്ബുക്കോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിരിക്കണം. ഓക്കെ, സോ അസസിംഗ് ഓഫീസറെ കൺവിൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അസസിംഗ് ഓഫീസർക്ക് മനസ്സിലാക്കണം, അയാൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം എന്താണ്? ഐ ഹാവ് ദിസ് മച്ച് ഗ്രോസ് റെസീറ്റ് ഡ്യൂറിംഗ് 3 years immediately preceding the previous year. സോ അതിൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷം എനിക്ക് എത്രയാണ്? 1,50,000 കുറവാണ്. അതുകൊണ്ട് ഈ വർഷം ഞാൻ എന്ത് ചെയ്യണ്ട? ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആസ് പെർ റൂൾ 6F മെയിൻറ്റെയിൻ ചെയ്യണ്ട. ഓക്കെ, ദെൻ നെക്സ്റ്റ് സിനാരിയോ other assessees. Okay, so that means business. നേരത്തെ എന്ത് പറഞ്ഞു? 44A ലുള്ള സ്പെസിഫൈഡ് പ്രൊഫഷൻസിന്റെ കേസ് പറഞ്ഞു. അതർ ബിസിനസ്, സോ ദാറ്റ് മീൻസ് അതർ അസസീസ് ബിസിനസ് ആകാം. ഈ 44A പറയാത്ത എല്ലാ അസസീസും ഇതിനകത്ത് കയറി വരാം. ഇൻ കേസ് ഓഫ് അസസി PGBP is more than 1,20,000 or total size or gross receipts is more than 10 lakh. Okay, so others ആണെങ്കിൽ ശ്രദ്ധിക്കാം. others ആണെങ്കിൽ ശ്രദ്ധിക്കുക. others, so that means 40AA section 44AA ഇതിനകത്ത് സ്പെസിഫൈഡ് പ്രൊഫഷൻ ആണെങ്കിൽ എന്താണ് പറയുന്നത്? ഗ്രോസ് റെസീറ്റ് exceed 1,50,000 all
all the 3 years preceding previous year. Okay, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. Previous year likely to exceed in case of newly set up business. So set up ചെയ്ത വർഷം തന്നെ 1,20,000 ഗ്രോസ് റെസീറ്റ് 1,50,000 മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ likely to required previously likely to exceed portion newly set up. Okay, so 1,50,000 newly set up ആണ്. നമ്മൾ തുടങ്ങിയ വർഷം തന്നെ 1,50,000 മുകളിൽ വരും. നമ്മൾ എന്ത് ചെയ്യണം? ബെറ്റർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാനായിരിക്കും നല്ലത്. ദെൻ അതേഴ്സ്. ഓക്കെ, അതേഴ്സ് ആണെങ്കിൽ നമുക്ക് രണ്ട് സെനാരിയോ ആണ് വരുന്നത്. ഒന്നുകിൽ എന്താണ് PGBP ഇൻകം മോർ ദാൻ ഇൻകം ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് മോർ ദാൻ 1,20,000 ഓർ സെയിൽസ് അല്ലെങ്കിൽ ഗ്രോസ് റെസീറ്റ് greater than 10 lakh. Okay, so in any 3 years preceding previous. ഇവിടെ എന്തായിരുന്നു? all the 3 years ആയിരുന്നു. ഇവിടെ any 3 years ഒരു വർഷമെങ്കിലും കൂടുതൽ വന്നാൽ നമ്മൾ എന്താണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. ഓക്കെ, റൂൾ 6F പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ദെൻ ഇവിടെ നോക്കാം. ഹവർ ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വലിനും HUF-നും ആണെങ്കിൽ ഇൻഡിവിജ്വൽ HUF ലിമിറ്റ് വിൽ ബി ഇവിടെ PGBP ഇൻകം എന്നുള്ളത് 1,20,000 പകരം PGBP ഇൻകം greater than 2,50,000. then sales അല്ലെങ്കിൽ gross receipt greater than 25 lakhs. Okay, so അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് 6F പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്താൽ. അതർവൈസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം മീൻസ് ഒന്നും വേണ്ടെന്നല്ല, ആ പറയുന്ന ഇതാണ് എൻ്റെ PGBP ഇൻകം അല്ലെങ്കിൽ എൻ്റെ റെസീറ്റ് ഗ്രോസ് റെസീറ്റ് അല്ലെങ്കിൽ സെയിൽസ് ഇത്രയാണെന്ന് കാണിക്കാൻ അത് പ്രൂവ് ചെയ്യാൻ അസസിംഗ് ഓഫീസർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന വേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ 44 AB-ലേക്ക് വരുന്ന നമ്പർ 44 AD-യും. So next one very important, presumptive taxation ആണ് 44 AD. Profit and gains of business on presumptive basis. Okay, eligible assessee profit and gains of business ആണ്. ശ്രദ്ധിക്കുക, പ്രൊഫഷണൽ അല്ല, ബിസിനസ്. Okay, so ബിസിനസിന്റെ കേസാണ് പറയുന്നത്. ഇത് ആർക്കൊക്കെയാണ് എലിജിബിൾ? resident individual, resident HUF, resident firm excluding LLP who has not claimed any deduction under section 10AA 80IA to 80 RRB. This section applicable for any business except. Okay, 44A യിലുള്ള ബിസിനസിന് ഇത് applicable അല്ല, ഏജൻസി ബിസിനസിന് applicable അല്ല, കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറേജിന് ആൻഡ് ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസീറ്റ് 2 crores-ന് അല്ലേ, ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസീറ്റ് എക്സീഡ്സ് 2 crore ആണെങ്കിൽ 44 AD. സോ 44 AD ആർക്കാണ്? ബിസിനസ്സിനാണ്. എനി ബിസിനസ്. സോ റെസിഡന്റ് ഇൻഡിവിജ്വൽ HUF ഫോമിനാണ്. ദാറ്റ് മീൻസ് കമ്പനിക്ക് എന്ത് പറ്റില്ല? 44 AD പറ്റില്ല. സോ റെസിഡന്റ് ഫോം എക്സ്ക്ലൂഡിംഗ് LLP ഈ പറഞ്ഞ 10AA അല്ലെങ്കിൽ 1080IA മുതൽ 80 RRB വരെയുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പാടില്ല. ദെൻ 44AE ബിസിനസ്സിന് ഇത് പറ്റില്ല. ഏജൻസി ബിസിനസ്സിന്, കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറേജ് ബിസിനസ്സിന് 44 AD പറ്റില്ല. ദെൻ ടേൺ ഓവർ 2 crore മുകളിലാണെങ്കിൽ 44 AD 2 crores വരെ എന്താണ് നമുക്ക് ടേൺ ഓവർ ഉണ്ടെങ്കിൽ. സോ പ്രിസംപ്റ്റീവ് ദാറ്റ് മീൻസ് നമുക്ക് ഇതാണെങ്കിൽ നമ്മൾ എത്ര കാണിച്ചിരിക്കണം? മിനിമം 8%. സോ 8%ന് മുകളിലോട്ട് നമുക്ക് കൂടുതൽ കാണിക്കാം, ബട്ട് മിനിമം എത്ര കാണിച്ചിരിക്കണം? 8% എങ്കിലും. ഈ ടേൺ ഓവർ ഗ്രോസ് റെസീറ്റ് അക്കൗണ്ട് പേ ചെക്ക് ഇലക്ട്രോണിക് ഫോർമാറ്റിലാണെങ്കിൽ 8% വരെ. ദാറ്റ് മീൻസ് എന്താണ്? ക്യാഷ് ട്രാൻസാക്ഷൻ അല്ല, എല്ലാം ബാങ്ക് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്താണ്? ടേൺ ഓവറിന്റെ 8% എന്നുള്ളത് എത്ര വരെ കാണിച്ചാൽ മതി? 6%. Required to pay advance tax 15th March in one installment. 44 AD applicable. So 44 AD എടുത്തു കഴിഞ്ഞാൽ section 30 to 38 shall not be allowed. Assume already എടുത്തു എന്നുള്ളതാണ്, വേറെ ഒന്നും. That means പിന്നെ ഓൾറെഡി 8% അല്ലെങ്കിൽ 6% കാണിച്ചിട്ട് പിന്നെ എക്സംഷൻ ഡിഡക്ഷൻ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കാണിക്കരുത്. ബട്ട് 40B shall not be deductible. So 38 കഴിഞ്ഞുള്ളതാണ് 40B എങ്കിൽ പോലും ഫേം ആണെങ്കിൽ 40B ഈ പറയുന്ന നമ്മളെ എന്താണ് ഡിസ്കസ് ചെയ്ത റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഈ സെനാരിയോയിൽ കുറയ്ക്കാൻ പറ്റില്ല. Okay, if assessee declares income as per 44 AD who stored up to 2 crores, then assessee is not required to maintain books of accounts
and get it audited. Okay, books of accounts maintain ചെയ്യേണ്ട, audit വേണ്ട. Okay, then assessor declares income and any previous year 44 he does not declare income in 44 AD in any 5. Okay, so ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. Then ഒന്ന് ശ്രദ്ധിക്കാം, 44 AD സെക്ഷൻ 44 AD ഡീംഡ് പ്രോഫിറ്റ് നമ്മൾ അത് ഓപ്ഷൻ ഓപ്റ്റ് ചെയ്താൽ എന്ത് ചെയ്തിരിക്കണം, he does not declare income under 44 AD in any 5 consecutive previous year then shall not be eligible for claim. Okay, so that means 44 AD ഒരു തവണ ഓപ്റ്റ് ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് 5 വർഷം 44 AD. സോ ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് ചെയ്താൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള 5 വർഷം പിന്നെ എന്താണ്, പിന്നെ 44 AD റൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഇത് പറഞ്ഞ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാതെ ഓഡിറ്റ് ചെയ്യാതെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ, അല്ലെങ്കിൽ 44 AD റൂട്ട് 44 AD ആപ്ലിക്കബിൾ ആകില്ല. ഓക്കെ, ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ okay, assessor declare income in any previous year under section 44 AD he does not declare income as per 44 AD in any of the 5 consecutive previous year. Okay, in any of the 5 consecutive then shall not be eligible to claim benefit of section 44 AD for 5 years subsequent to year in which assessor do not declare income as per 44 AD. Okay, so assessors if H is applicable and total income. Okay, so that means 44 AD ഈ കേസ് വരുന്നത് ടോട്ടൽ ഇൻകം മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ് ആയിരിക്കണം. ടോട്ടൽ ഇൻകം എന്താണ്, ബേസിക് എക്സംഷൻ ലിമിറ്റ് അല്ലെ, ബേസിക് എക്സംഷൻ ലിമിറ്റ് താഴെയാണെങ്കിൽ പിന്നെ ടാക്സ് ഓഡിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കാര്യമില്ല, എക്സംഷൻ ലിമിറ്റിന് മുകളിലായിരിക്കണം എന്ത്, ടോട്ടൽ ഇൻകം. ദെൻ നെക്സ്റ്റ് വൺ 44 ADA. Okay, so നമുക്ക് ജസ്റ്റ് 44 AD നോക്കാം. സെക്ഷൻ 44 AD, സെക്ഷൻ 44 AD ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്, സെക്ഷൻ 44 AD റെസിഡന്റ് ഇൻഡിവിജ്വൽ, റെസിഡന്റ് HF, റെസിഡന്റ് firm excluding LLP was not claimed deductions also. So resident individual, resident HF, resident firm excluding LLP, പിന്നെ that means ഇവക്കൊക്കെയാണ് വരുന്നത്. സോ കമ്പനിക്കും അഡീഷണൽ എന്താണ് 44 AD ആപ്ലിക്കബിൾ അല്ല. ദെൻ എന്താണ് 44 AD എന്തുമാത്രമാണ് പറയുന്നത്, ബിസിനസ്, എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് പറ്റത്തില്ല, സെക്ഷൻ 44 AE പറയുന്ന ബിസിനസ് പറ്റില്ല. ദെൻ വേറെ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഏജൻസി ബിസിനസ്, കമ്മീഷൻ ബ്രോക്കറേജ് ബിസിനസ്, ടേൺ ഓവർ 2 crores എക്സീഡ് ചെയ്താൽ. ഓക്കെ, ഏജൻസി, commission, brokerage, then turnover exceeds 2 crores. Okay, so ഇത്രയും ആൾക്കാരല്ലാത്ത ബാക്കി ഈ പറയുന്ന ബിസിനസ്, ബാക്കി എല്ലാം എനി ബിസിനസ് അതർ ദാൻ. ഓക്കെ, ഇതിനെല്ലാം എന്താണ് 44 AD. ഇത്രയാണെങ്കിൽ 44 AD നമ്മൾ എത്രയാണ് പ്രിസംപ്റ്റീവ് ഇൻകം കാണിക്കേണ്ടത്, ഇൻകം കാണിക്കേണ്ടത് 8% മിനിമം. 8% തന്നെ ആണെങ്കിൽ 8 മുകളിലൊക്കെ എത്ര, 8 താഴെ അല്ലെങ്കിൽ എല്ലാം ക്യാഷ് ഓൺ നമ്പർ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണെങ്കിൽ 6%. സോ ഇതിൽ താഴെയാണെങ്കിൽ ബിലോ ആണ് നമ്മൾ ഇൻകം കാണിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്തിട്ട് ടാക്സ് ഓഡിറ്റിന് പോകേണ്ടി വരും. ടാക്സ് ഓഡിറ്റ് അണ്ടർ സെക്ഷൻ 44 AD നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. 44 AD. സോ ഇതാണ്. പിന്നെ ഒരു കാര്യം എന്താണ്, 44 AD ഒരു തവണ സെക്ഷൻ 44 AD ആപ്ലിക്കബിൾ ആയിട്ട് നമ്മൾ ഒരു തവണ അഡോപ്റ്റ് കഴിഞ്ഞാൽ എന്താണ് 5 പ്രീവിയസ് ഇയർ കൺസിക്യൂട്ടീവ് ചെയ്യണം. ഇൻ ബിറ്റ്വീൻ പീരീഡിൽ മാറിക്കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, ഇത് ബുക്സ് കീപ്പ് ചെയ്ത് ടാക്സ് ഓഡിറ്റ് ചെയ്യാൻ മതി. ബട്ട് പിന്നെ എന്താണ്, ഏത് വർഷമാണോ നമ്മളത് വയലേറ്റ് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് 5 years എന്ത് കിട്ടില്ല, പിന്നെ 44 AD സെക്ഷൻ 44 AD നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 44 AD റൂട്ടിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതായത് ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റില്ല. സോ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്താണ്, രണ്ട് കാര്യങ്ങൾ, സെക്ഷൻ 30 to 38 എക്സ്പെൻഡിച്ചർ ഓൾറെഡി കിട്ടിയെന്ന രീതിയിലാണ്. 40B 38 കഴിഞ്ഞിട്ടാണെങ്കിൽ 40B കിട്ടില്ല. 30 to 38 ബിക്കോസ് അതുകൊണ്ടാണ് നമുക്ക് എന്താണ് ടോട്ടൽ ടേൺ ഓവറിന് 8% 6%. 30 to 38 ഓൾറെഡി അലൗഡ് പോലാണ്, കിട്ടത്തില്ല. 40B കിട്ടത്തേയില്ല. ദെൻ 44 ADA. സോ 44 AD പോലെ തന്നെ അടുത്ത 44 AD എന്തായിരുന്നു, ബിസിനസ്സിന് മാത്രമായിരുന്നു. സോ സെക്ഷൻ 44 ADA പ്രൊഫഷന്റെ കേസിലാണ് പറയുന്നത്. പ്രൊഫഷൻ. ഓക്കെ, എലിജിബിൾ അസസി, റെസിഡന്റ് അസസി എൻഗേജ് ഇൻ പ്രൊഫഷൻ റെഫേർഡ് ഇൻ സെക്ഷൻ 44 AA
44A എന്തൊക്കെ പ്രൊഫഷൻ എന്ന് പറഞ്ഞിരുന്ന മെഡിക്കൽ ആർക്കിടെക്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 44AA മെഡിക്കൽ, ലീഗൽ, അക്കൗണ്ടിംഗ്, ഫിലിം, എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ കൺസൾട്ടൻസി, architecture, interior decorator, company secretary, any other portion as may be prescribed or notified by CPDT. Then, so 44AA il paranirikkunna edengilum preferred in 44AA specified profession applicable gross receipt etrana 50 lakh inu mugallanengil adana 44 ADA applicable alla. So PGP income gross receipt inde 30% ആണ് കാണിക്കുന്നത്. സോറി gross receipt inde 50%, gross receipt inde 50%, gross receipt inde 50%. Then expenses under section 38 shall not be allowed because ഇതെന്താണ് already allowed ആയിട്ടാണ് കാണുന്നത്. Is not 44 ADA ആണെങ്കിൽ is not required to maintain books of accounts and audit. Okay, so books of accounts maintain ചെയ്യേണ്ട 44AA പ്രകാരം books of accounts maintain ചെയ്യേണ്ട ഓഡിറ്റും വേണ്ട. ലോവർ ദാൻ 50% ആണ് ഇൻകം, ഡിക്ലെയർഡ് ഇൻകം ലോവർ ദാൻ 50%, നെറ്റ് ടോട്ടൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് ഓഡിറ്റ് ചെയ്യണം. ഓക്കെ, സോ എലിജിബിൾ അഡ്വാൻസ് ടാക്സ് 15th മാർച്ചിന് വൺ ടൈം ആയിട്ട് ഫുൾ അടയ്ക്കണം. So remuneration salary under 40B shall not be deductible while computing income under. So 44AD ilum 44ADA ilum 40B kittilla. Then next one, business of plying or leasing of hiring goods carriage under section 44AE. Presumptive taxation ആണ് ഇവിടെ. As engaged in business of plying, hiring, leasing of goods carriage. Then goods carriage. PGP will be heavy goods ആണെങ്കിൽ ₹1000 per ton gross vehicle weight or unlanded weight as the case may be every month or part of the month. Okay, so part of the month ആണെങ്കിൽ നമ്മൾ എന്തെടുക്കും? 1000 per ton ആണ്. So other vehicle 7500 per every month or part of the month. Thus as can also be declare higher amount വേണമെങ്കിൽ കാണിക്കാം. Okay, so ഇവിടെ section applicable ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് maximum 5 vehicles. That means heavy ആണെങ്കിലും other than heavy ആണെങ്കിലും എല്ലാം കൂടി ചേർത്തിട്ട് maximum 10 vehicles owns എന്നാണ് പറയുന്നത്. put to use എന്നല്ല. സോ ഇൻകം കാൽക്കുലേറ്റർ ഓൺ ചെയ്താലും ബിസിനസ്സിന് ഈ പറഞ്ഞ ബിസിനസ്സിന് ഇൻകം ഹയർ യൂസ് ചെയ്തില്ല എങ്കിൽ പോലും നമുക്ക് എന്ത് കിട്ടും? എടുക്കണം, ആ 10 വർക്കിലായിട്ട് എടുക്കണം. മാക്സിമം 10 വർക്കിൽ അറ്റ് എ ടൈം, ഓൺസ് അറ്റ് എ ടൈം ആണ്. പ്രീവിയസ് ഇയർ ഒരു ദിവസമെങ്കിലും 10ൽ കൂടുതൽ വർക്കിൽ ഓൺ ചെയ്താൽ, സോ അവർ പറയും ഓൺ ചെയ്ത് യൂസ് ചെയ്യില്ല എന്ന് പറയും, ബട്ട് കാര്യമില്ല. 44AE ഓൺ ചെയ്താൽ മതി. സോ 44B ഡിഡക്ഷൻ ഷാൽ ബി allowed while computing 44AD-യിലും 44AD-യിലും കിട്ടില്ലായിരുന്നു, ഇവിടെ 44AE കിട്ടും. Heavy goods means any goods carriage gross vehicle which exceeds 12,000 kilograms, okay, or 12 tons. We have to consider gross vehicle weight calculating in however if gross vehicle not available. നമ്മൾ already പറഞ്ഞിട്ടുണ്ടായിരുന്നു unlanded weight like tractor. Okay, then next നമുക്ക് 44AB എല്ലാം കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാൻ തന്നെ. 44AB applicable ആകുന്ന കേസ് every person carrying on business total sales or gross business 1 crore 1 crore. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 44AD-യിൽ എത്ര പറയാൻ നമുക്ക് 2 crores വരെ ചെയ്യാം. എവറി പേഴ്സൺ ക്യാരി ഇവിടെ രണ്ടും നോക്കാൻ ശ്രദ്ധിക്കാം. സോ 44AD-യിൽ 2 crores വരെ. 44AD റൂട്ടിൽ നോക്കാം. നോർമൽ സെനാരിയോയിൽ എന്താണ്? 1 crore എക്സീഡ് ചെയ്താൽ, ബിസിനസ്സിന് 1 crore എക്സീഡ് ചെയ്താൽ then every person carrying on profession gross receipt. Okay, so 44 section 44ADA. അതെന്താണ്? 50 lakh വരെ ആണെന്നുണ്ടെങ്കിൽ എത്ര എന്താണ്? 44ADA. 50 lakh കഴിഞ്ഞാൽ എന്താണ്? 44AB പ്രകാരം ടാക്സ് ഓഡിറ്റ്. എവറി പേഴ്സൺ ക്യാരിങ് ഓൺ പ്രൊഫഷൻ ടാക്സ് ഓൺ പ്രിസംപ്റ്റീവ് ബേസ് അണ്ടർ സെക്ഷൻ 44AE 44ABB. സോ ഇത് രണ്ട് നോൺ റെസിഡന്റ് കേസ് ആണ്. ഇൻകം ക്ലെയിംഡ് ലോവർ ദാൻ ഡീംഡ് പ്രോഫിറ്റ് അണ്ടർ. സോ ഉണ്ടോ പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ആപ്ലിക്കബിൾ ആണ്. ലോവർ പ്രോഫിറ്റ് ആണ് ചെയ്യുന്നത്. ദെൻ 44AD-യിൽ 50% താഴെയാണെങ്കിൽ ദെൻ 44AD every previous year declares profit by consecutive year relevant to the previous year in accordance with the presumptive taxation provision section. Then income cannot be computed presumptive for 5 years. Okay, so we discuss here. Then requirement of tax audit under section 44AB not applied to person who declares profit against on a presumptive basis. 44AD total sales turnover. Okay, so 2 crores.
ഇതാണ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 44AB ഒറ്റടിക്ക് പറയാം. ഇപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നോർമൽ സെനാരിയോയിൽ 44AB. സോ സെക്ഷൻ 44AB എന്ന് പറഞ്ഞാൽ കമ്പൽസറി ഓഡിറ്റ്, നമ്മുടെ ഇൻകം ടാക്സിന് ടാക്സ് ഓഡിറ്റ് എന്ന് പറയും. ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകുന്നത് ബിസിനസ് ആണെങ്കിൽ ഇപ്പോൾ ടേൺ ഓവർ ഗ്രേറ്റർ ദാൻ 1 crore. ബട്ട് നമുക്കറിയാം സെക്ഷൻ 44AD ഇതിനെ ഓവർ റൈഡ് ചെയ്ത് വരും അപ് ടു 2 crore. അപ് ടു 2 crore വരെ. ദെൻ 8% ഓർ മോർ ഇൻകം, പ്രിസംപ്റ്റീവ് ഇൻകം കാണിക്കുകയാണെന്നെങ്കിൽ എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ട, ടാക്സ് ഓഡിറ്റും ആപ്ലിക്കബിൾ അല്ല. സോ അതേപോലെ പ്രിസംപ്റ്റീവ് സെക്ഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള അസസി ആണ്. അവർ പ്രിസംപ്റ്റീവ് സെക്ഷനിൽ താഴെയാണ്, എത്രയാണോ കാണിക്കേണ്ടത് അതിലും കുറവാണ് പ്രോഫിറ്റ് കാണിക്കുന്നെങ്കിൽ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് അട്രാക്ട് ചെയ്യും, 44AB. ദെൻ നേരത്തെ പറഞ്ഞ 44ADയിലും 44AD 1 എന്താണ് 5 വർഷത്തേക്ക് ഒരു തവണ അത് കൂട്ടി 5 വർഷത്തേക്ക് ചെയ്യണം. ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും ചെയ്താൽ അതിനുശേഷമുള്ള പീരീഡിൽ നമുക്ക് 44AD പറ്റില്ല. ദാറ്റ് മീൻസ് അവിടെ എന്തൊരു സെക്ഷൻ 44AB അട്രാക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 5 വർഷം 5 കോൺസിക്യൂട്ടീവ് പ്രീവിയസ് ഇയേഴ്സ് എടുക്കണം. ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഇയറിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, 44AD പറ്റില്ല. ബേസിക് എക്സംഷൻ ലിമിറ്റ്, ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റ് എക്സ്, അതർവൈസ് എന്താണ് ഈ പറഞ്ഞ 44AD ടാക്സ് ഓഡിറ്റിൽ കാര്യമില്ല. ഓക്കെ, 44ABയിലെ ടാക്സ് ഓഡിറ്റിൽ കാര്യമില്ല. ബേസിക് എക്സംഷൻ ലിമിറ്റ് താഴെയാണ് ടോട്ടൽ ഇൻകം എങ്കിൽ. ഓക്കെ, ദെൻ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ നോൺ റെസിഡൻസിന്റെ കേസാണ്. ഇഷ്ടം എന്ന് പറയുന്നത് 44B പറയുന്നത് ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡന്റ് ആണ്. 7.5% ആണ് നമുക്ക് എടുക്കുന്നത്. എന്താണ് പ്രിസംപ്റ്റീവ് ബേസിസിൽ കാണിക്കേണ്ടത്. സോ അത് സ്പെസിഫൈഡ് സംഭവങ്ങൾ എമൗണ്ട് റിസീവ് ചെയ്യുന്ന കേസസ് ആണ് പറയുന്നത്. ദെൻ 44BBA പറയുന്നത് ഓപ്പറേറ്റിംഗ് എയർക്രാഫ്റ്റ് നോൺ റെസിഡന്റ് ആണ്, 5% ആണ് പറയുന്നത്. 44BB പറയുന്നത് ബിസിനസ് ഓഫ് പ്രൊവൈഡിംഗ് സർവീസസ് ഓർ ഫെസിലിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് സപ്ലൈയിങ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഓൺ ഹയർ യൂസ്ഡ് ഫോർ പ്രോസ്പെക്ടിംഗ് or extracting mineral oils by non-resident. Okay, സോ അവിടെ പറയുന്നത് 10% അതിൽ നിന്ന് കിട്ടിയതാണ്. ദെൻ 44BBB പറയുന്നത് സിവിൽ കൺസ്ട്രക്ഷൻ or business of erection plant machinery testing commission thereof in connection with turnkey projects approved by central government by foreign company. Okay, so ഇതെന്ന് പറഞ്ഞാൽ foreign companiesന് മാത്രമാണ് ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആകുന്നത്. എത്രയാണ് 10% സ്പെസിഫിക്, അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടിന്റെ 10%. Okay, so 44B പറയുന്നത് ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡൻസ് 5% സം സ്പെസിഫിക്, അതിൽ നിന്ന് കിട്ടുന്ന സമ്മിന്റെ. 44BBA പറയുന്ന ഓപ്പറേറ്റിംഗ് 44AB പറയുന്ന ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡന്റ് 7.5% ആണ് പറയുന്നത്. 44BBA ഓപ്പറേറ്റിംഗ് ഓഫ് എയർക്രാഫ്റ്റ് ബൈ നോൺ റെസിഡന്റ് 5% ആണ് പറയുന്നത്. ദെൻ 44BB പറയുന്നത് സപ്ലൈ പ്ലാന്റ് ആൻഡ് മെഷീനറി ഫോർ എക്സ്ട്രാക്ഷൻ, അതും നോൺ റെസിഡൻസിന്റെ കേസ് 10% ആണ്. സോ ലാസ്റ്റ് കേസ് ടർക്കി പ്രോജക്റ്റിന്റെ കേസ് ഫോറിൻ കമ്പനീസിന് മാത്രമാണ് അത് 10% ഓഫ് സം സ്പെസിഫൈഡ് സം. ദാറ്റ് മീൻസ് അതിൽ നിന്ന് കിട്ടുന്ന സമ്മിന്റെ 10%. സോ നമുക്കൊരു ജസ്റ്റ് ഒന്ന് നമുക്ക് സെക്ഷൻസ്, സെക്ഷൻ 44AA, സെക്ഷൻ 44AB, സെക്ഷൻ 44AD, സെക്ഷൻ 44ADA, സെക്ഷൻ 44AE. ഓക്കെ, സോ നമുക്കൊന്ന് 44AA എന്താണ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം എന്ന് പറയുന്നതാണ്. 2 സെനാരിയോ ആണ്. സ്പെസിഫൈഡ് പ്രൊഫഷണൽസിനും അതർ കേസിനാണ് പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. 44AB എന്നാണ് ടാക്സ് ഓഡിറ്റ്. ഓക്കെ, സോ 44AD പ്രിസംപ്റ്റീവ് ബേസിസ് ആർക്കാണ്, ബിസിനസ്സിനാണ് 8% ഓഫ് ടേൺ ഓവർ അല്ലെങ്കിൽ 6% ഓഫ് ടേൺ ഓവർ. 44ADA, സോ 44AA പറയുന്ന പ്രൊഫഷൻ സ്പെസിഫൈഡ് പ്രൊഫഷൻസ് അണ്ടർ സെക്ഷൻ 44AA. ഇവിടെ എത്രയാണ് കാണിക്കേണ്ടത്, 50%. ഓക്കെ, സോ 50 lakh വരെയുള്ള 50% ഓഫ് ഗ്രോസ് റെസീറ്റ്. 44AE ട്രാൻസ്പോർട്ട് എന്താണ്, ഗുഡ്സ് ക്യാരിയേജ്, ഗുഡ്സ്
carriage. Okay. So ഇവിടെ heavy ആണെങ്കിൽ 1000, other than ആണെങ്കിൽ 7500. 1000 per heavy ആണെങ്കിൽ 1044 AE, 1000 per ton. Heavy ആണെങ്കിൽ 1000 per ton, 7500 per month or part, 7500 per vehicle per month or part. Okay. So just to നോക്കാം 44A books of accounts keep ചെയ്യാണെന്ന് പറയുന്ന ആർക്കൊക്കെയാണ് books of accounts keep ചെയ്യുന്നത്. So specified professionals ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് all the 3 years എത്ര വരണം specified professionals ആണെങ്കിൽ 1,50,000. Okay. നമ്മുടെ പ്രീവിയസ് ഇയറിന് മുമ്പ് തൊട്ട് മുമ്പുള്ള പ്രീവിയസ് ഇയറിൽ all the specified professions ആണെങ്കിൽ all 3 years 1,50,000. then others ആണെങ്കിൽ specified portion others ആണെങ്കിൽ രണ്ട് സിനാരിയോ ആണ് പറയുന്നത് PGBP income 1,20,000 or gross receipt എത്രയാണ് പറയുന്നത് 10 lakh. so അവിടെ ഇൻഡിവിജ്വലിനും HUFനും ആണെങ്കിൽ 1,50,000 ഇവിടെ 25 lakhs. So very important. So ഇവിടെ ഈ പറയുന്ന ആൾക്കാരാണെങ്കിൽ എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റൂൾ 6F പ്രകാരം പ്രകാരമുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. അതർവൈസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. ബട്ട് ഒന്നും കീപ്പ് ചെയ്യണമെന്നല്ല, അസസിംഗ് ഓഫീസ് അടുക്കൽ പ്രൂവ് ചെയ്യാൻ പറ്റണം എന്റെ ഗ്രോസ് റെസീറ്റ് അല്ലെങ്കിൽ ടേൺ ഓവർ ഇത്രയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ദെൻ ടാക്സ് ഓഡിറ്റ് സെനാരിയോ വരുന്നത് ബിസിനസ്സിനാണെങ്കിൽ എന്താണ് ടേൺ ഓവർ എക്സീഡ്സ് 1 crore. ദെൻ ഈ പറയുന്ന പോലെ ഈ പ്രിസംപ്റ്റീവ് സെക്ഷനിലുള്ളതിനകത്ത് എല്ലാത്തിനകത്തും പ്രിസംപ്റ്റീവ് സെക്ഷനിൽ എത്രയാണോ പറഞ്ഞിരിക്കുന്നതിനെക്കാട്ടിലും ഇൻകം ലെസ് ഇൻകം ആണ് അവർ ചെയ്യുന്നത്. ആക്ച്വലി ഇപ്പം എനിക്ക് നോക്കിയറിയാം ഇപ്പം ഇവിടെ എത്രയാണ് 2 crores വരെ ഉണ്ട്. ഓക്കെ. സോ എനിക്ക് 1,99 lakh ആണെങ്കിൽ എനിക്ക് 44 AD അതിന്റെ 8% കാണിച്ചാൽ ഉറപ്പായിട്ടും എനിക്ക് ഹ്യൂജ് ഇൻകം വരും. സോ ആക്ച്വലി ഞാൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് അത്ര ഇൻകം ഇല്ല എനിക്ക്. സോ എനിക്ക് അതിനനുസരിച്ചുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ട് എന്ന് പറയുന്നത് എനിക്ക് എന്ത് ചെയ്യാം. സോ നേരെ 44 AD വന്നിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി ടാക്സ് ഓഡിറ്റ് ചെയ്താൽ മതി 44 AD. സോ ദാറ്റ് മീൻസ് 44 AD പറയുന്ന ഇൻകത്തിൽ കുറവാണ് കാണിക്കുന്നെങ്കിൽ എന്ത് അട്രാക്ട് ചെയ്യും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്ത് ടാക്സ് ഓഡിറ്റ്. ഇവിടെ അതേപോലെ തന്നെ 50% കുറവാണ് കാണിക്കുന്നെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്ത് ടാക്സ് ഓഡിറ്റ്. 44 AD ഇതിനകത്ത് സോ ഹെവി ആണെങ്കിൽ 1000 per ton. സോ 12,000 kilogram അല്ലെങ്കിൽ അതാണ് അതിന് മുകളിലോട്ടാണെങ്കിൽ ഹെവി ആയിട്ട് പറയുന്നത്. സോ ഒരു ടണ്ണിന്റെ പുറത്ത് നമ്മൾ എത്ര 15 ടൺ ഒക്കെ ആണെങ്കിൽ എടുക്കും 15 എടുക്കും. സോ 10 വെഹിക്കിൾ കൂടുതൽ വരാൻ പാടില്ല. 10 വെഹിക്കിൾസ് ആണ് മാക്സിമം. ദാറ്റ് മീൻസ് ഹെവിയും അതേഴ്സും എല്ലാം കൂടെ ചേർത്ത് ഒരു അല്ല അറ്റ് എ ടൈം ഒരു വർഷം ഒരു ദിവസം പോലെ ഒന്നാണ് 10 വെഹിക്കിൾ കൂടുന്നത്. സോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. സോ ഇതിൽ പറയുന്ന സെനാരിയോയിൽ എന്താണ് ലെസ് ഇൻകം ആണ് ഡിസ്ക്ലോസ് ചെയ്യാൻ പോകുന്നത്. പ്ലസ് ടോട്ടൽ ഇൻകം ഗ്രേറ്റർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ് എങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സും കീപ്പ് ചെയ്യണം ടാക്സ് ഓഡിറ്റും പറ്റും. ഓക്കെ. സോ ടാക്സ് ഓഡിറ്റ് ഇവിടെ നമുക്ക് 44 ADയും ഇതുമായിട്ടാണ്. സോ ടാക്സ് ഓഡിറ്റ് 40 ഇത് ജനറൽ സെക്ഷൻ ആണ്. 44 AD ഇതിനെ ഓവർ റൈഡ് ചെയ്ത് 2 crores വരെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ 1 crore. സോ 2 crore താഴെയാണ് 1 crore താഴെയാണെങ്കിൽ എന്ത് ആപ്ലിക്കബിൾ ആകത്തില്ല 1 crore താഴെയാണ്. ദെൻ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ബേസിക് എക്സംഷൻ ലിമിറ്റിൽ താഴെയാണെങ്കിൽ 2,50,000 ആണ്. അതിലും താഴേക്കാണ് ഇൻകം എങ്കിൽ എന്താണ് വെറുതെ ടാക്സ് ഓഡിറ്റ് ചെയ്തിട്ട് എന്താണ് എന്തായാലും എന്ത് തരത്തിലുള്ള റവന്യൂ ടാക്സ് ഒന്നും വരില്ല എങ്കിൽ നമ്മൾ ടാക്സ് ഓഡിറ്റ് എടുക്കില്ല. സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് 44AA രണ്ട് രീതിയിൽ ശ്രദ്ധിച്ചോണം. നമുക്ക് അവിടെ ഒത്തിരി കാര്യങ്ങൾ ഈ ഓള് ഈ പറഞ്ഞ പോലെ ഇത് എനി ഓൾ ആൻഡ് എനി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ 44AB. സോ നമുക്ക് ഡൗട്ട് വരുന്നതാണ് ഈ 1 crore 2 crore തമ്മിലുള്ള ഡൗട്ട് ശ്രദ്ധിച്ചോണം. സോ 1 crore ഇത് ജനറൽ സെക്ഷൻ ആണ്. 44 AD ആണ് നമ്മൾ അത് എടുക്കുന്നത്. ബിസിനസ് എനി ബിസിനസ് 2 crores താഴെയാണെങ്കിൽ 8% താഴെയാണ് 8% ആണ്. 8% താഴെയാണ് ഇൻകം കാണിക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്ത് ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകും. 44 ADAയിലും അതേപോലെ. ദെൻ 44 AD ശ്രദ്ധിക്കണം. ഒരു വർഷം എടുത്താൽ 5 വർഷം വരെ അത് എടുക്കണം. 44 ഇതിനകത്ത് ഇൻ ബിറ്റ്വീൻ ചെയ്താൽ വീണ്ടും നമ്മൾ ഇതിനകത്തോട്ട് വരും. പിന്നെ 44 AD പറ്റില്ല മീൻസ് എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് 44 ADയിൽ ടാക്സ് ഓഡിറ്റ് വരും. അതേപോലെ 44Aയിൽ ഈ പറയുന്ന ഇൻകത്തിൽ താഴെയാണ് കാണിക്കുന്നതെങ്കിൽ എന്താണ് എന്നിട്ട് ടോട്ടൽ ഇൻകം ശ്രദ്ധിക്കണം. ബിസിനസ് ഇൻകം മാത്രമല്ല ടോട്ടൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ 44A ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്ത്
44AB റൂട്ടിൽ ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ബിസിനസിന്റെ പ്രൊവിഷൻസ് വരുന്നത്. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ 40A2 അൺറീസണബിൾ 40A3, ദെൻ ഈ പറയുന്ന 40AA, 40AB, 44AA, 44AB, 44AD, then 44ADA and 44AE നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അതിന് വരാവുന്നതാണ്. നമുക്ക് ഇൻഡെപ്ത് നോളജ് ഉണ്ടാവണം. ഇതിനകത്ത് ഓരോ പ്രൊവിഷനും ശ്രദ്ധിച്ചോണം. 8%, 6%, 50%, 1000 പെർ ടണ്ണ്, 7500 പെർ വെഹിക്കിൾ പെർ മന്ത് ഓർ പാർട്ട്. സോ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും ഒന്നുകൂടെ അത് ഡിസ്കസ് ചെയ്യുന്നതെല്ലാം എന്തൊക്കെയാണ് വരുന്നതെന്ന്. സോ ഈ ഓൾ ആൻഡ് ഓൾ എനി ശ്രദ്ധിച്ചോണം, മൾട്ടിപ്പിൾ ചോയ്സിന് വരുന്നതാണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ 40B ശ്രദ്ധിച്ചോണം, ഫേമിൻ്റെ കേസിൽ റെമ്യൂണറേഷൻ കൊടുക്കുന്ന കേസ്. ദെൻ ഇവിടെ ശ്രദ്ധിച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ 40B കിട്ടില്ല, 40B ഇവിടെ കിട്ടില്ല, ഇവിടെ 40B കിട്ടില്ല, ഇവിടെ കിട്ടില്ല, ഇവിടെ നമുക്ക് 40B ദാറ്റ് മീൻസ് 10 to 38 ഓൾറെഡി എന്നാണ് പറയുന്നത്. ബട്ട് ഒന്നുകൂടെ പറയുന്നുണ്ട്, 40B ഈ പറഞ്ഞ 44AB അല്ല, 44ADയിലും 44ADAയിലും നമുക്ക് എന്താണ് 40B ഡിഡക്ഷൻ കിട്ടില്ല. ബട്ട് 44Aയിൽ നമുക്ക് 40B ഡിഡക്ഷൻ കിട്ടും. സോ അതൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. സോ ഇന്നത്തെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ സെക്ഷനകത്ത് എല്ലാം തന്നെ 37 2B ആണെങ്കിൽ നമ്മൾ ഒരു കുറേ അഡ്ജസ്റ്റ്മെന്റ്സിന് അല്ലെങ്കിൽ കയറി വരുന്നതാണ്. 40A2 40A3 ഒക്കെ എല്ലാ ക്വസ്റ്റിനകത്തും കയറി വരുന്നതാണ്. ദെൻ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് 32 ഡിപ്രീസിയേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ 35 സയന്റിഫിക് റിസർച്ച്, ദെൻ 36 സബ്സെക്ഷൻ 1 ക്ലോസിനകത്ത് 2 3 ആ ബാഡ് ഹെഡ്സ് ആ വരുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം എപ്പോഴും നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ദെൻ ഇതിനകത്ത് വരികയാണെങ്കിൽ ഇതിനകത്ത് ഈ 44AA മുതലുള്ള 44E വരെയുള്ള സംഭവം ടെസ്റ്റ് ചെയ്യും. ദെൻ 40B ടെസ്റ്റ് ചെയ്യുന്നതാണ്. ദെൻ 40A3 40A3A എന്നുള്ളതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.